നമ്മൾ ഇത്തരം ചർച്ചകൾ തെരുവിൽ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ വേറെ പല മേഖലയിൽ സംഘടിപ്പിക്കുക എന്നുള്ള സാധനം പ്രധാനപ്പെട്ട ഘടകമാണ്. അവിടെ ഇത്തരം ചർച്ച സംഘടിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ ജസ്റ്റ് നമുക്ക് പ്രധാനപ്പെട്ട പ്രഭാഷകരില്ല. നമ്മൾ സാധാരണ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം വായന ആൾക്കാരാണ്, സാമൂഹിക പ്രവർത്തകരാണ് അവൻ പലരും ഇടപെടുന്ന വ്യക്തിയാണ്, ജാതിക്കെതിരെ പോരാടുന്നവരിലുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ അവരുടെ ചെറിയ ചെറിയ കമൻറ്റുകളാണ് നമ്മളിവിടെ രേഖപ്പെടുത്തുന്നത്. ഇതൊരു അക്കാഡമിക് തല ചർച്ച ആണെങ്കിൽ പോലും, അല്ല അക്കാഡമിക് തല ചർച്ചയിലേക്ക് നമുക്ക് വരണമെങ്കിൽ പോലും ഇതൊരു അക്കാഡമിക് തല ചർച്ചയാണ് എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത്. അക്കാഡമിക് ലെവലിലുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. അതുതന്നെ അതിനാൽ ഇതിനൊരു ചെറിയ ആമുഖം പറയുന്നതിന് വേണ്ടി നമ്മളെ കണ്ണമാഷെ ക്ഷണിച്ചുകൊള്ളുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ അംബേദ്കറിൻ്റെ ചരമവാർഷിക ദിനമായ ഡിസംബർ 6 അംബേദ്കർ ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. വളരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേൾക്കുന്നുണ്ടോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ ചലനങ്ങൾക്ക് നാന്ദി കുറിച്ച മഹാനായ മനുഷ്യനാണ് അംബേദ്കർ. അതുകൂടെ തന്നെ വളരെ സുപ്രധാനമായൊരു തീയതി അടുത്ത് തന്നെ വരുന്നുണ്ട്. അത് ഡിസംബർ 25. നിങ്ങൾക്കറിയാം, ഡിസംബർ 25 ഇന്ത്യൻ ചരിത്രത്തിൽ വളരെയധികം ചലനമുണ്ടാക്കിയ, വളരെയധികം വെല്ലുവിളികൾ ഉയർത്തപ്പെട്ട ഒരു ദിവസമാണ്. അത് മനുസ്മൃതി ദഹനമാണ്. മനുസ്മൃതി ദഹനം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ മനുസ്മൃതി ദഹനം. മനുസ്മൃതി ദഹനം നടന്നിട്ട് ഇന്ന് ഏകദേശം 97 വർഷം ആയിരിക്കുകയാണ്. 97 വർഷം. ഡിസംബർ 25 97 വർഷമാവും. വെറും 3 വർഷം കൂടുമ്പോൾ ഒരു നൂറ്റാണ്ട് ആവുകയാണ്. ഈ മനുസ്മൃതി ദിനത്തിന് നൂറ്റാണ്ടുകൾ ആകുമ്പോൾ പോലും ജാതീയത അതിൻ്റെ പലതരം രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഇതിനെ ശരിയായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം എല്ലാവർക്കും അറിയാം. അതിൻ്റെ ജാതീയതയ്ക്ക് ഗുണഭോക്താക്കളുമുണ്ട്, അതിൻ്റെ ഇരകളുമുണ്ട്. ഗുണഭോക്താക്കളുടെ നിലപാടുകൾ ചോദ്യം ചെയ്യാനും ഇരകൾക്ക് വേണ്ടി നീതി ലഭ്യമാക്കാനുമാണ് നമ്മളെപ്പോലെയുള്ളവർ ഇവിടെ കൂടിയിരിക്കുന്നതും അംബേദ്കറിൻ്റെ ശബ്ദത്തിന് കൂടുതൽ മുഴക്കം കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഈ സായാഹ്ന സന്ധ്യയിൽ കുറച്ച് പേർ ഇവിടെ കൂടിയിട്ടുണ്ട്. വളരെയധികം ആശയങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യാം. ഈ ചർച്ച ചെയ്യപ്പെടുന്ന ആശയങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ കൂടെ പരമാവധി ആളുകളിൽ എത്തിക്കാനും നമുക്ക് ശ്രമിക്കാം. എല്ലാവരെയും ഈ ചെറു കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആരെങ്കിലും ആദ്യം വിളിക്കണമെന്നില്ല, എന്നാലും ഞാൻ ഒന്ന് രണ്ട് പേരെ ആദ്യം വിളിക്കാം, പിന്നെ അങ്ങ് വരിക എന്നുള്ളതാണ്. അതായത് ജാതിക്കെതിരെ ജാതി നശിപ്പിക്കാൻ വേണ്ടി അങ്ങേയറ്റം ചിന്തിച്ചതും പ്രവർത്തിച്ച വ്യക്തി ഡോക്ടർ BR അംബേദ്കറാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അത് അദ്ദേഹം മുന്നോട്ട് വെച്ച 1-2 കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ജാതി നിലനിൽക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം സ്വജാതി വിവാഹങ്ങളാണെന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. മിശ്ര വിവാഹങ്ങൾ നടന്നാൽ ഒരു പരിധിവരെ ജാതി ഇല്ലാതാക്കാൻ കഴിയുന്നു. അതിനുവേണ്ടി പുള്ളി എഴുതിയിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ആധുനികപരമായ ഗവൺമെൻറ്റുകൾ സഹായമല്ല എന്ന് പലപ്പോഴും നിരീക്ഷിച്ചിട്ടുണ്ട്. ഒരു മിശ്രവിവാഹം കഴിക്കണമെങ്കിൽ തന്നെ അനേകം പാടുകളാണ്. സബ് രജിസ്റ്റർ ഓഫീസിൽ പോയാൽ ആദ്യം തന്നെ അവിടുത്തെ സബ് രജിസ്റ്റർ ഓഫീസിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ കൂട്ടായ്മയിൽ വരുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു പ്രണയ വിവാഹത്തിൽ ഏർപ്പെട്ടായിരുന്നു. അത് സബ് രജിസ്റ്റർ ഓഫീസിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് അവിടെ രജിസ്റ്റർ ചെയ്യാൻ ചെന്നപ്പോൾ അവിടുത്തെ സബ് രജിസ്റ്റർ അത് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷേ പുള്ളി മുന്നോട്ട് പോയി. പക്ഷെ നടന്നില്ല എന്നൊരു സത്യമാണ്. എന്നുവെച്ചാൽ വീട്ടുകാരുടെ സമ്മതമില്ലാത്തത് നടന്നില്ല എന്നൊരു സത്യമാണ്. അതുകൊണ്ട് നമുക്ക് ജാതിക്കെതിരെയുള്ള ഇതിൽ പരിപാടിയിൽ ആദ്യം ഞാൻ സംസാരിക്കാൻ വേണ്ടി അനുമോഹൻ അല്ലേ, ജാതിക്കെതിരെ ശക്തമായി പോരാടുന്ന ഒരു അംബേദ്കറിസ്റ്റ് ആക്ടിവിസ്റ്റാണ്. അദ്ദേഹം IT മേഖലയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. നമസ്കാരം. നാസ്തിക് നേഷൻസിന് ഇത് 2ാമത്തെ തവണയാണ് ഞാനിങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. എന്തായാലും നല്ലൊരു ആശയമാണ് പൊതുവേദിയിൽ നമ്മൾ ഈ സംസാരിക്കുന്നത്, തെരുവുകളിൽ നമ്മൾ ഈ സംസാരിക്കുന്നത്. കുറച്ചധികം ആൾക്കാർക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കുമെന്ന് തോന്നുന്നു. എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഈ വിഷയത്തിൽ സംവദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന സാധനം അത് ഇല്ലാതാക്കാൻ വേണ്ടി ഏറ്റവും അധികം ഇന്ത്യയിൽ ഇന്നോളമുള്ള ചരിത്രം പരിശോധിച്ച് അതിൽ ഏറ്റവും അധികം പരിശ്രമിച്ചതും അതിൻ്റെ എല്ലാ നുവാൻസസിലും പരിശോധിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തത് ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ 68ാമത്തെ പരിനിർവാണ ദിനത്തിൻ്റെ അന്നാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്.
അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്ന ആ മഹാപ്രതിഭ, ലോകം അദ്ദേഹത്തെ കാണുന്നത്, അദ്ദേഹത്തിനെ കണ്ടിരുന്നത് അക്കാലഘട്ടത്തിൽ ലോകവീക്ഷണമുള്ള ഒരു പൗരൻ ഒരു ലോക പൗരൻ എന്നുള്ള കാഴ്ചപ്പാട് 1940-കളിൽ തന്നെ സിദ്ധിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ എക്കണോമിസ്റ്റ് എന്ന രീതിയിലുള്ള, അദ്ദേഹത്തിൻ്റെ ജൂറിസ്റ്റ് എന്ന രീതിയിലുള്ള, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള നോളജിനെ ലോകം അംഗീകരിച്ചിരുന്നു. പക്ഷെ നമ്മൾ ഇന്ത്യൻ സമൂഹം അദ്ദേഹത്തെ അദ്ദേഹത്തിനെ അംഗീകരിച്ചിരുന്നതെന്നുള്ളതല്ല, അദ്ദേഹത്തെ കണ്ടിരുന്നത് ഭരണഘടനയിൽ ഡിപ്രസ്ഡ് ക്ലാസ് അല്ലെങ്കിൽ SC/ST വിഭാഗങ്ങൾക്ക് സംവരണം പ്രദാനം ചെയ്ത വ്യക്തി എന്ന നിലയിൽ മാത്രമാണ്. അറ്റ്ലീസ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന സൃഷ്ടാവ് എന്ന് പോലും നമ്മൾ അക്നോളജ് ചെയ്യാൻ നമ്മുടെ പൊതുസമൂഹം തയ്യാറല്ല എന്നുള്ളിടത്താണ്. അതാണ് നമ്മുടെ സാമൂഹ്യബോധം. ഇന്ത്യയുടെ സാമൂഹ്യബോധം ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കാണുന്നത് ഭരണഘടന ചെയർമാൻ എന്ന രീതിയിലോ അത് ഡ്രാഫ്റ്റ് ചെയ്ത ആളെന്ന രീതി അല്ലാതെ തന്നെ അതിന് താഴെ SC/ST വിഭാഗങ്ങൾക്ക് റിസർവേഷൻ കൊടുത്ത ഒരാളായിട്ട് മാത്രമാണ് കാണുന്നത്. അവിടെയാണ് ഈ പ്രശ്നം നിലനിൽക്കുന്നത്, ജാതി വ്യവസ്ഥയുടെ പ്രശ്നം നിലനിൽക്കുന്നത് അവിടെ തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എങ്ങനെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്തുമാത്രം ജാതിപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോയി. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ആ ലെവലിലോട്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുമ്പോൾ പോലും മനുവാദ രാഷ്ട്രീയത്തിന് അതീതമായിട്ട്, അല്ല മനുവാദ രാഷ്ട്രീയമാണ് ഇന്ത്യയുടെ നിയമസംഹിത ആകേണ്ടതെന്ന് പറഞ്ഞ കോൺഗ്രസ്സിനകത്ത് പോലും ഫൈറ്റുകൾ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനപ്പുറം ലോകവീക്ഷണമുള്ള ഒരു ഭരണഘടന, പൗരബോധമുള്ള ഒരു ഭരണഘടന നമുക്കെല്ലാവർക്കും തന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. പക്ഷേ ആ ഡോക്ടർ ബി ആർ അംബേദ്കർ എത്രമാത്രം വിവേചനങ്ങളിലൂടെ, ജാതിപരമായ അധിക്ഷേപങ്ങളിലൂടെ, ഡിസ്ക്രിമിനേഷനിലൂടെ കടന്നുപോയി എന്ന് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. ഇതിന് പൂനെ പാക്റ്റ് മറ്റു കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. 1946 ബി ആർ അംബേദ്കർ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലോട്ട് ഇലക്ഷൻ നടക്കുകയാണ്. ബ്രിട്ടീഷുകാർ ഭരണം നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകാനുള്ള ഒരു സാഹചര്യം വന്നു. അപ്പോൾ നിയമ സംവിധാനം വേണം, നിയമസാമാജികർ വേണം, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ അംഗങ്ങളായിട്ട് പ്രൊവിഡൻഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് അംഗങ്ങളായിട്ട് ആൾക്കാർ വേണം. അപ്പോൾ അവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഉണ്ടാക്കിയെടുത്ത സിസ്റ്റം ബംഗാളായാലും ഒരു 4-5 പ്രൊവിൻസ് ഉണ്ടായിരുന്നു. ബംഗാൾ, അതുപോലെ തന്നെ മദ്രാസ് പ്രൊവിൻസി, സെൻട്രൽ പ്രൊവിൻസി, ലാഹോർ. അപ്പോൾ ഇത്തരം എല്ലാ പ്രൊവിൻസുകളിൽ നിന്നും ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാം. അതായത് ഇന്നത്തെ MLA-മാരുടെ ഒരു അധികാര പരിധിയുള്ള ലെജിസ്ലേറ്റീവ് MLA-മാരെ ഉണ്ടാക്കിയെടുക്കാം. ഈ ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സ് ആയിരിക്കണം ആരാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ അവരെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. അങ്ങനെ 1946 കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഉണ്ടാകുന്ന സമയത്ത് അവിഭക്ത ഇന്ത്യയാണ്, നമ്മൾ പിരിക്കുന്നതിന് മുന്നുള്ള ഇന്ത്യയാണ്. ഏതാണ്ട് 380ഓളം പേരാണ് ലാഹോർ ഉൾപ്പെടെയുള്ള, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, മദ്രാസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലെ മെമ്പേഴ്സായിട്ട് വന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ 1946 ബോംബെയിലാണ് ഇദ്ദേഹം മത്സരിക്കാൻ തയ്യാറായത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് SC/ST ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന പാർട്ടിയുടെ പശ്ചാത്തലത്തിലാണ്, കോൺഗ്രസിൻ്റെ ബാനറിലല്ല. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന SC/ST ഫെഡറേഷൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മത്സരിച്ചത്. ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും മത്സരിച്ചെങ്കിലും 2 സ്ഥലങ്ങളിൽ മാത്രമേ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷന് ജയിക്കാൻ പറ്റുള്ളൂ. ഡോക്ടർ ബി ആർ അംബേദ്കർ ഉൾപ്പെടെ തോറ്റു എന്നുള്ളതാണ്. ഇത് തോറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 1946 ഇതിന് തൊട്ട് മുന്നേ അദ്ദേഹം ഒരു ബുക്ക് എഴുതുന്നുണ്ട്. വാട്ട് കോൺഗ്രസ് ആൻഡ് ഗാന്ധി ഹാവ് ഡൺ ടു ദ അൺടച്ചബിൾസ്. എന്താണ് കോൺഗ്രസും ഗാന്ധിയും അൺടച്ചബിൾസിനോട് ചെയ്തത് എന്ന് പറഞ്ഞൊരു ബുക്ക് അദ്ദേഹം ഇറക്കി. അതിൽ കോൺഗ്രസിനെ വിമർശനാത്മകമായി എടുക്കുന്നുണ്ട്. MK ഗാന്ധി എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. MK ഗാന്ധിനെ വിമർശനാത്മകമായി എടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒന്നോടുകൂടി കോൺഗ്രസും അതുപോലെ തന്നെ അംബേദ്കറുമായിട്ടുണ്ടായിരുന്നുള്ള ഫൈറ്റിൻ്റെ പാരമ്യതലത്തിലെത്തി. അപ്പം അതുകൊണ്ട് തന്നെ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ അന്ന് സ്ട്രോങ് ഹോൾഡർ സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹമാണ് ലാസ്റ്റ് വേർഡ് ഓഫ് കോൺഗ്രസ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള കാര്യം തീരുമാനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഡോക്ടർ ബി ആർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ വരരുത് എന്നൊരു തീരുമാനമെടുക്കുക. അന്ന് നമുക്കറിയാം CPIയുടെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ
ഡാംഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇദ്ദേഹം മത്സരിച്ച കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് മത്സരിക്കുന്നത്. അദ്ദേഹം തോൽക്കുന്നുണ്ട്, എന്നിരുന്നാൽ പോലും അവർ തമ്മിൽ എന്താ പറയുക അന്തർധാര ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് അലിഗേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് ആൾക്കാർ മാത്രമാണ് SC/ST ഫെഡറേഷൻ്റെ ഭാഗമായിട്ട് ജയിച്ചത്. അതിൽ ഒരാൾ മദ്രാസ് പ്രൊവിൻസിൽ നിന്നും മറ്റേ ആൾ ബംഗാളിൽ നിന്നുള്ളായിരുന്നു. ഈ ബംഗാൾ എന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് നമ്മൾ പണ്ട് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ജഗ്ദേവ് മണ്ഡൽ എന്ന് പറയുന്ന അദ്ദേഹമാണ് അവിടെ ഈ SC/ST ഫെഡറേഷന് വേണ്ടി ജയിച്ചു വന്ന ആൾ. അപ്പോൾ ഈ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അണ്ടറിലുള്ള സ്ഥലമാണ്. അവരാണ് ജയിച്ചത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ ഒരുമിച്ച് ചേർന്നാണ് മത്സരിച്ചത് അവിടെ. ബാക്കി ഈ 2 സ്ഥലങ്ങളൊഴികെ ഒരിടത്തും BR അംബേദ്കറിന് ജയിക്കാൻ പറ്റിയില്ല. BR അംബേദ്കറിൻ്റെ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പം മണ്ഡൽ ഒരു കാര്യം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ബംഗാൾ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് മുസ്ലിം ലീഗിനെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇദ്ദേഹത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. അങ്ങനെ ബംഗാളിൽ നിന്ന് അദ്ദേഹം വീണ്ടും ഇലക്ട് ചെയ്ത് വരികയാണ്. ബംഗാളിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലോട്ട് എത്തി. 1946 ഡിസംബർ 9-ാം തീയതിയാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. 13-ാം തീയതി സബ്ജക്റ്റീവ് റെസൊല്യൂഷൻ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള അതിനുശേഷം പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്നുണ്ട്. 17 ഡിസംബറിനാണ് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഡോക്ടർ BR അംബേദ്കർ സംസാരിക്കുന്നത്. അത് ഞാനെന്താ ഡേറ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 1 മന്ത് 1950 ജനുവരി ആയപ്പോഴത്തേനും എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവിഭക്ത ഇന്ത്യ വിഭജിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ അവിഭക്ത ഇന്ത്യ വിഭജിക്കപ്പെടാൻ കാരണം പിന്നെ മതപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യ പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞാൽ വാദത്തിൻ്റെ ഭാഗമായിട്ട് വിഭജിക്കപ്പെട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു? നോർത്ത് പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന ഈ ഇന്നിപ്പോൾ നമ്മൾ ബംഗ്ലാദേശ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന സ്ഥലം പാകിസ്ഥാൻ്റെ അണ്ടറിലോട്ട് മാറി. അപ്പോൾ ജഗദേവ് സുന്ദർ മണ്ഡൽ അദ്ദേഹം പാകിസ്ഥാനിലോട്ട് പോവുകയും അവിടുത്തെ ലോ മിനിസ്റ്ററായി മാറുകയാണ് ചെയ്തത്. പക്ഷേ അംബേദ്കറിന് പോകാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ ഇതിനിടയിൽ പോസിറ്റീവായിട്ട് സംഭവിച്ച ഒരു കാര്യം, അപ്പം ഇദ്ദേഹം ബംഗാളിൽ നിന്ന് മത്സരിച്ച് ഇവിടെ വരുമെന്ന് അറിഞ്ഞ സമയത്ത് പിന്നെ നമ്മുടെ പട്ടേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലീൻ്റെ എല്ലാ വാതിലുകളും ജനലുകളും താഴിട്ട് പൂട്ടും. ഡോക്ടർ BR അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ കയറാതിരിക്കാൻ വേണ്ടി ഞങ്ങളിതെല്ലാം താഴിട്ട് പൂട്ടുമെന്ന് പറഞ്ഞു. എന്നാലും അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ വന്നതിന് ശേഷം 17 ഡിസംബർ അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഇരിക്കുന്ന മെമ്പേഴ്സിന് ആർക്കും തന്നെ എങ്ങനെയാണ് ഈ രാജ്യത്തെ ഭരണഘടന ഉണ്ടാക്കേണ്ടതെന്ന് അറിയത്തില്ല. അവർക്കിതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് അറിയത്തില്ല. ആരും തന്നെ ഡ്രാഫ്റ്റിംഗ് പോലുള്ള മറ്റു കാര്യങ്ങളൊന്നും സ്വായത്തമാക്കിയിരുന്ന ആൾക്കാരല്ല. എന്നാൽ അംബേദ്കറിന് വളരെ കൃത്യമായിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് ഈ സിസ്റ്റം എങ്ങനെയായിരിക്കണം വർക്ക് ചെയ്യേണ്ടതെന്ന്, ഡെമോക്രസി എങ്ങനെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്, വളരെ കൃത്യമായിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാരണം 1950 ശേഷം കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ അംബേദ്കറിന് വരാൻ പറ്റിയില്ല. 3 മാസത്തോളം അദ്ദേഹം പുറത്തു നിൽക്കുകയായിരുന്നു. അതേസമയത്ത് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഭരണഘടനയുടെ പ്രവർത്തനങ്ങളുമായിട്ട് കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ആ ഒരു ഐഡിയ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന് മാത്രമാണ്. അപ്പോൾ കോൺഗ്രസ്സിന് ഇദ്ദേഹത്തെ കൂട്ടേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെ MK ജയ്ക്കർ എന്ന് പറയുന്ന പൂനെയിലെ ഒരു ജനറൽ സീറ്റിൽ നിന്ന് മത്സരിച്ചു വന്ന ആൾ ആ സമയത്ത് ജവഹർലാൽ നെഹ്റുവായിട്ട് പ്രശ്നങ്ങളുണ്ടാവുകയാണ്. അദ്ദേഹം രാജിവെച്ച് പോകുന്നു. ആ സീറ്റിൽ നിന്ന് കോൺഗ്രസ്സിനെ ഒരു വാതിലിൻ്റെ ഇടയിൽ കൂടെ പോലും കടത്തിവിടില്ല എന്ന് പറഞ്ഞ BR അംബേദ്കറിനെ കടത്തിവിടില്ല എന്ന് പറഞ്ഞ കോൺഗ്രസും സർദാർ വല്ലഭായ് പട്ടേലും ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇദ്ദേഹത്തെ ആ സീറ്റിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇതെന്താണ് ഇത് പ്രവർത്തിച്ചതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരു കീഴാള വർഗത്തിൽ നിന്ന് വന്ന ഒരു ഭാഗത്തിൽപ്പെടുന്ന ഒന്നൊരാൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി കൊണ്ടോ ഒരു വിസ്റ്റം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ലോകവീക്ഷണം കൊണ്ടോ ആ ലോകവീക്ഷണത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ഭരണഘടന എഴുതാൻ വരുന്നു എന്നുള്ള കാഴ്ചപ്പാടല്ല. ആ കാഴ്ചപ്പാടിലാണ് അവർ അവരെ തിരിച്ചു വിളിക്കുന്നത്. ആദ്യം അവർ ഒബ്ജക്റ്റ് ചെയ്ത കാര്യം ഇയാൾ ആരാണ്, ഇന്ത്യയിലൊരു നിയമം ഉണ്ടാക്കുന്ന സമയത്ത്, ഇന്ത്യയിലൊരു ഭരണസ്ഥിരാകേന്ദ്രം ഉണ്ടാകുന്ന സമയത്ത്, ഇന്ത്യയിലൊരു അഡ്മിനിസ്ട്രേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് അൺടച്ചബിളായിട്ടുള്ള ഒരാളല്ല അത് എഴുതേണ്ടത്. അവൻ ജന്മനാൽ അതിന് ശേഷിയുള്ള ഒരാളല്ല എന്ന ബോധമാണ് അദ്ദേഹത്തെ തടഞ്ഞത്, അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തത്.
അതിനുശേഷം നമുക്കറിയാം 1950 മുതലുള്ള കാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ ഈ 1950 ശേഷം എന്താണ് സംഭവിച്ചത്? അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ വന്നു, അവിടുത്തെ ചെയർമാനായി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി. അതിനുശേഷം ആദ്യമായിട്ട് വന്ന സർക്കാരിൽ ലോ മിനിസ്റ്ററായി. ലോ മിനിസ്റ്ററായിട്ട് എന്ത് സംഭവിക്കുന്നു? പിന്നെ ഹിന്ദു കോഡ് ബില്ല് അദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്യുന്നു. ഹിന്ദു കോഡ് ബില്ല് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹിന്ദു ജനവിഭാഗങ്ങളുള്ള സ്ത്രീകൾക്ക് അവരുടെ പ്രതിസ്വത്തും മാതൃസ്വത്തും ഒക്കെ കിട്ടാനും, അവർക്ക് വിവാഹ ജീവിതത്തിൽ പിന്നെ അവർക്ക് പുനർവിവാഹം നടത്താൻ, അവർക്ക് പിന്നെ വിവാഹ ആവശ്യങ്ങൾ അവരുടെ ലംസം മണി വാങ്ങിക്കാനായിട്ട്, ഇതിനൊക്കെയുള്ള അവകാശങ്ങൾ പറയുന്നൊരു ബില്ല് ഹിന്ദു കോഡ് ബില്ല് എന്ന രീതിയിൽ യൂണിഫോം സിവിൽ കോഡ് അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അത് സാധ്യമല്ലാത്തതുകൊണ്ട് ഹിന്ദു കോഡ് ബില്ല് മെജോറിറ്റേറിയൻ എന്ന രീതിയിൽ ഹിന്ദു കോഡ് ബില്ല് പ്രപ്പോസ് ചെയ്യാണ്. ഈ ഹിന്ദു കോഡ് ബില്ല് 1947 മുതൽ 1951 വരെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ റിജക്റ്റ് ചെയ്യപ്പെട്ട ബില്ലാണ് ഹിന്ദു കോഡ് ബില്ല്. ഹിന്ദു സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിന് ഒരു അൺടച്ചബിൾസ് ആവശ്യമില്ല. ഹൂ ഈസ് ദിസ് പേഴ്സൺ? ഇവൻ ആരാണ് ഞങ്ങളുടെ സമൂഹത്തെ പുനരുദ്ധീകരിക്കാൻ എന്നുള്ള ചോദ്യം തെരുവീഥികളിൽ ബാബ കൃപാലിനി മാത്രമല്ല ഉയർത്തിയത്. അന്നത്തെ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന നമ്മുടെ പ്രസിഡൻറ്റ് പോലും രാജേന്ദ്ര പ്രസാദ് പോലും അതേ ഒബ്ജക്ഷൻസ് ഉയർത്തിയിരുന്നു. അപ്പോൾ അത് കാരണം ഇത് നടക്കില്ല എന്ന് കണ്ടിട്ട് 1951 അദ്ദേഹം രാജിവെക്കുകയാണ്. ദ റീസൺ ഈസ് അദ്ദേഹം അൺടച്ചബിളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നതിൽ, പുനരുദ്ധാരണം കൊണ്ടുവരുന്നതിൽ, ഹിന്ദു സമൂഹത്തിൻ്റെ സ്ത്രീകളുടെ പുനരുദ്ധാരണം കൊണ്ടുവരുന്നതിൽ അദ്ദേഹം പാർട്ടായിരിക്കാൻ പാടില്ല എന്നുള്ളത് ജാതി ബോധമാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളങ്ങ് ചെയ്തോളാം. യു ആർ നോട്ട് സപ്പോസ് ടു ഡു ഇറ്റ് എന്ന ഒരു കാര്യത്തിലാണ് അദ്ദേഹം രാജിവെച്ച് പോകുന്നത്. എന്നാൽ ഇതേ കാര്യം 1951 തന്നെ മറ്റൊരു സവർണ വിഭാഗത്തിൽപ്പെട്ട മന്ത്രിയെ കൊണ്ട് ഇതേ കാര്യം 3 ഡ്രാഫ്റ്റുകളായിട്ട് ജവഹർലാൽ നെഹ്റു വളരെ അദ്ദേഹത്തിൻ്റെ കരിസ്മാറ്റിക് ലീഡർഷിപ്പ് ഉണ്ടാകാം, അദ്ദേഹം അത് നേടിയെടുക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം 1952 ഇദ്ദേഹം മത്സരിക്കുന്നുണ്ട്. പിന്നെ ബോംബെയിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പിന്നെ അസിസ്റ്റൻ്റായിരുന്ന നാരായൺ സബോദർ ക്രിബോൾ എന്ന് പറയുന്ന ആളിനെ കൊണ്ട് ഇദ്ദേഹത്തിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിപ്പിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നു. അന്ന് സംഭവിച്ചത് 1953 മുതൽ 65 വരെ ഡുവൽ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഡുവൽ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി SC കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിൽ ആ SC കോൺസ്റ്റിറ്റ്യുവൻസിയിൽ SCയിലൊരു കാൻഡിഡേറ്റും കാണും, അതുപോലെ തന്നെ ജനറൽ വിഭാഗത്തിലൊരു കാൻഡിഡേറ്റും കാണും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡോക്ടർ BR അംബേദ്കറിൻ്റെ അസിസ്റ്റൻ്റായിരുന്ന ആളെ കൊണ്ട് അദ്ദേഹത്തിനെതിരെ മത്സരിപ്പിച്ച് കോൺഗ്രസ് അവരുടെ അദ്ദേഹത്തിനെതിരെയുള്ള ആ ഒരു ബോധം, അദ്ദേഹത്തിനെതിരെ എന്താണ് അവരുടെ മനസ്സിനകത്തുള്ളതെന്ന കാര്യം വളരെ കൃത്യമായിട്ട് തെളിയിച്ചു. അതിനുശേഷം 1952 മുതൽ 56 വരെ അവിടെ നിന്നുള്ള രാജ്യസഭ MP ആയിട്ട് തന്നെ രാജ്യസഭയിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹം മരിക്കുന്ന ഇതിന് തൊട്ട് മുന്നേ ഏതാണ്ട് 5 ലക്ഷം പേരാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ ബുദ്ധമതം സ്വീകരിച്ചു പോകുന്നത്. അപ്പോൾ അത്രയും മാസമായിട്ട് ഈ ജാതിബോധത്തിൽ നിന്ന് മാറി, സനാതന ജാതിബോധത്തിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും മതം ഇവർ സ്വീകരിക്കുമെന്നുള്ള പേടി ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ ഉണ്ടാകുമെന്ന് കോൺഗ്രസ്സിന് അന്ന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് രാജ്യസഭ സ്ഥാനം കൊടുക്കുന്നു. എന്നാൽ അദ്ദേഹം വീണ്ടും 54 വീണ്ടും പിന്നെ ഭണ്ഡാര എന്ന് പറയുന്ന ബീഹാറിൽ ഇതിൽ ഒരു ബൈ ഇലക്ഷൻ വരുമ്പോൾ അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും തോൽക്കുന്നു. അവിടെയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഭുവാറാവ് ബോർക്കർ വിജയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് രാജ്യത്തിൻ്റെ ആദ്യത്തെ നിയമമന്ത്രി, രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ വ്യക്തി, ലോകത്തിൻ്റെ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത വ്യക്തി, ലോകത്തിലെ പിന്നെ എണ്ണം പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ ഒന്നായിട്ടുള്ള കൊളംബിയ യൂണിവേഴ്സിറ്റി അവരുടെ 100 വർഷ ചരിത്രത്തിൽ, ഇവിടെ 100 വർഷത്തെ വിദ്യാർത്ഥി ചരിത്രത്തിൽ ആദ്യത്തെ 100 സ്ഥാനങ്ങളിൽ പെടുന്ന, ആദ്യത്തെ 10ൽ പെടുന്ന ഒരാളായിട്ട് പറഞ്ഞ ഡോക്ടർ BR അംബേദ്കറിനെ നമ്മുടെ സമൂഹം, അന്നത്തെ അധികാരവർഗം, കോൺഗ്രസ് എന്നല്ല പറയുന്നത്, അന്നത്തെ അധികാരവർഗം, നമ്മുടെ പൊതുസമൂഹം എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തു? ദ റീസൺ ഈസ് വെരി സിമ്പിൾ. അതിൻ്റെ പേരാണ് ജാതി വ്യവസ്ഥ. ജാതി വ്യവസ്ഥയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, ആ ഒരു സെഷൻസ് ഞാൻ നിർത്തുകയാണ്. പൂന പാക്ട് നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എർവാഡ ജയിലിൽ പിന്നെ നമ്മുടെ മഹാത്മാഗാന്ധി നിരാഹാര സമരം നടത്തുന്നു, MK ഗാന്ധി നിരാഹാര സമരം നടത്തുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നുള്ള ഒരു
ആവശ്യം പിന്നെ അനുവദിച്ചു കിട്ടുകയാണ്. കമ്മ്യൂണൽ അവാർഡ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിൽ നിന്നും ദളിത് വിഭാഗങ്ങൾക്ക്, SC/ST വിഭാഗങ്ങൾ, ഡിപ്രസ്ഡ് വിഭാഗങ്ങൾക്ക് അനുവദിച്ച് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ദളിത് വിഭാഗങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹിന്ദു വിഭാഗങ്ങളിൽ നിന്നും മാറ്റി കാണപ്പെടും. ഹിന്ദു വിഭാഗങ്ങളെ, ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആ എന്താ പറയാനൊരു കമ്പാർട്ട്മെൻറ്റ്, ഹിന്ദു കമ്പാർട്ട്മെൻറ്റ് ആണ്. വാട്ട് ഐ എം സെയിങ് ഈസ് ഹിന്ദു കമ്പാർട്ട്മെൻറ്റ്. ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ ജനസംഖ്യാപരമായിട്ടുള്ള എണ്ണം കുറയും. ഇതാണ് ഗാന്ധിജിയുടെ പ്രശ്നം, വേറൊന്നും ആയിരുന്നില്ല. ഗാന്ധിജിക്ക് മുസ്ലിങ്ങൾക്ക് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊടുക്കുന്നതിനോ പ്രത്യേക ഇലക്ട്രേറ്റ് കൊടുക്കുന്നതിനോ ക്രിസ്ത്യാനികൾക്ക് പ്രത്യേക ഇലക്ട്രേറ്റ് കൊടുക്കുന്നതിനോ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഉൾപ്പെടെ ഒരു തരത്തിലുള്ള ഒബ്ജക്ഷൻസും ഇല്ല. എന്നാൽ ദളിത് വിഭാഗങ്ങൾക്ക് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളെ വിഭജിക്കുന്നതിന് തുല്യമാകും, സനാതന ഹിന്ദുക്കളെ വിഭജിക്കുന്നതിന് തുല്യമാകുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സമരം ചെയ്യുകയാണ്, നിരാഹാര സമരം ചെയ്യുകയാണ്. അങ്ങനെയാണ് ഏർവാഡ ജയിലിൽ പിന്നെ സമരം ചെയ്യുന്ന അദ്ദേഹത്തിന് വേണ്ടി മദൻ മോഹൻ മാളവ്യ അംബേദ്കർ വന്ന് കാണുകയും അവർ തമ്മിലുണ്ടായ ഉടമ്പടിയാണ് പിന്നെ പൂനാ കരാർ എന്ന് പറയുന്ന സാധനം. അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള കാര്യം, ഈ പൂനാ കരാർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറയുന്ന കാര്യം വേണ്ട എന്ന് മാത്രമാണ് പൂനാ കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത്. അത് അംബേദ്കർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഇലക്ട്രേറ്റിൻ്റെ പകരം കോമൺ ഇലക്ട്രേറ്റ്, അതായത് ജനറൽ കാറ്റഗറി, എല്ലാവർക്കും ഒരുപോലെ മത്സരിക്കാൻ പറ്റുന്നൊരു സാധനം. അതല്ലാതെ ഹിന്ദുക്കളുടെ ഇലക്ട്രേറ്റിൽ നിന്ന് അല്ല, ഹിന്ദുക്കളുടെ ഇലക്ട്രേറ്റിൽ നിന്നല്ല, പൊതു ഇലക്ട്രേറ്റിൽ നിന്ന്, കോമൺ ഇലക്ട്രേറ്റിൽ നിന്ന് ഇത്ര ശതമാനം സീറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നു. കാര്യം ഇത് കഴിഞ്ഞതിന് ശേഷം അത് പിന്നെ ഹിന്ദു സമൂഹം ഉണ്ടാക്കിയ കാര്യം, അല്ലെങ്കിൽ കോൺഗ്രസ്, അന്നത്തെ കോൺഗ്രസ് അധികാരവർഗം പറഞ്ഞുണ്ടാക്കിയിട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ ഇതിനു വേണ്ടി ത്യാഗം ചെയ്തു എന്നുള്ളതാണ്. ഹിന്ദുക്കൾ ഇതിനു വേണ്ടി ത്യാഗം ചെയ്തു, അവരുടെ ഒരു അവകാശം നിങ്ങൾക്ക് തന്നു. ഹിന്ദുക്കളുടെ അവകാശമല്ല, പൊതുവായിട്ടുള്ള കാറ്റഗറിയിൽ നിന്ന് നിങ്ങൾക്ക് സെപ്പറേറ്റ് കോമൺ ഇലക്ട്രേറ്റ് തന്നെയാണ്, പക്ഷേ നിങ്ങൾക്ക് റിസർവ്ഡ് കാറ്റഗറി ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ പരിഗണിക്കപ്പെടില്ല എന്നുള്ള ആസ്പെക്റ്റിലായിരുന്നു അത് വന്നത്. അപ്പോൾ ഇത് മതമല്ല, മതമല്ല, ഹിന്ദു എന്ന് പറയുന്ന ആ സാധനം, ഹിന്ദുസം എന്ന് പറയുന്ന ഒരു മതത്തിൻ്റെ പാറ്റേണിലല്ല പൂന പാക്ട് കരാർ നിലവിൽ വന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് അദ്ദേഹം പറയുന്നത് പിന്നെ പഞ്ചാബിൽ 1930 സെൻസസ് വരുന്ന സമയത്ത് അവിടുത്തെ ആദിജാത് എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ഒരു ജനവിഭാഗങ്ങൾ, അവരുടെ ഒരു കമ്മ്യൂണിറ്റി, അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ചമറുപെടും, അല്ല മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ പലരും പെടുന്നുണ്ട്. അത് ഞങ്ങൾക്ക് പിന്നെ അത് ഹിന്ദു സമൂഹത്തിനകത്ത് ഞങ്ങൾ ഉൾപ്പെടുത്തരുത്. ഞങ്ങളുടെ കോളത്തിൽ കന്യാകുമാരി റിപ്പോർട്ടിന് മുന്നാണ്, ഞങ്ങളുടെ മതമെന്നുള്ള കോളത്തിൽ ഹിന്ദു ഒന്ന് ഉൾപ്പെടുത്തരുത്. കാര്യം ഹിന്ദു വിഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾ കുറേയധികം പിന്നെ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നുണ്ട്, അങ്ങനെ ഉൾപ്പെടുത്തരുത്. ഞങ്ങളുടെ മതം ആദി ദ്രാവിഡൻ എന്ന് പറയുന്ന മതമായിരിക്കണം എന്ന് പറഞ്ഞ് കുറേയധികം ആൾക്കാർ ഒരു മെമ്മോറണ്ടം സമർപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 1931 പഞ്ചാബിൽ അവരെ ആ ഹിന്ദു റിലീജിയൻ എന്ന കോളത്തിനകത്ത് ആദി ദ്രാവിഡൻ എന്ന രീതിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പിന്നെ ദേവയാനികളോ അങ്ങനെ ഒരു കാസ്റ്റ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സിഖുകാരാണ്, അവരുടെ റിലീജിയനും ഹിന്ദു അല്ല. പക്ഷേ ഇവർ രണ്ട് വിഭാഗത്തെയും ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് ആദ്യം പറയുകയും പിന്നീട് SC/ST ക്ലാസ് എന്ന് പറയുകയും ചെയ്യുന്ന പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ രണ്ട് വിഭാഗങ്ങളെ. അപ്പം മതമല്ല ഈ ആൾക്കാരെ, ഈ ജനവിഭാഗങ്ങളെ ഒരു ലിസ്റ്റിൽ പെടുത്താൻ കാരണമെന്നും, ശരിക്കും പറഞ്ഞാൽ അത് സനാതന ഹിന്ദു വിഭാഗങ്ങളിൽ നിന്ന് ഏതൊക്കെ സമൂഹങ്ങളാണോ ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചിരുന്നത് ആ സമൂഹങ്ങളെയാണ് ഈ പറയുന്ന ആ SC/ST എന്ന കാറ്റഗറിക്കകത്ത് പെടുത്തിയിരുന്നത് എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യാവസ്ഥ. അത് എന്തുകൊണ്ട് അംബേദ്കർ അത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു വിഭാഗങ്ങൾ സഫർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആ സ്ഥാനം തന്നത് എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റിനെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഹിന്ദുക്കൾ മാത്രമല്ല അതിനകത്തുള്ളത്, ജാതി മതം എന്നുള്ളത് ഒരു കൺസിഡറേഷൻ ആയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഡോക്ടർ BR അംബേദ്കറിന് അനുഭവിച്ച, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ജൂറിസ്റ്റ് ആയിരുന്ന, ഇത്രയും വലിയൊരു മഹാനായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണഘടന എഴുതിയ ഒരു വ്യക്തിക്ക് ഈ തലങ്ങളിലൂടെയൊക്കെ ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടുള്ള എലിമെൻ്റ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഈ ജാതി വ്യവസ്ഥയാണ്. ജന്മനാൽ കിട്ടുന്ന ജാതി വ്യവസ്ഥ, ചാതുർവർണ്ണ്യം. ഈ ചാതുർവർണ്ണ്യത്തിന് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം തന്നെ പഞ്ചമരെല്ലാവരും തന്നെ ഹിന്ദു സിസ്റ്റത്തിന് വെളിയിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ഹിന്ദു സിസ്റ്റത്തിന് വെളിയിൽ നിൽക്കുന്ന, സനാതന ഹിന്ദു ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വെളിയിൽ നിൽക്കുന്ന ആൾക്കാരെ
ഒരു തരത്തിലും മനുഷ്യരായിട്ട് പോലും നമ്മുടെ സാമൂഹിക ക്രമത്തിൽ ഇപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് സംസാരിക്കുന്നു, ഒരു വേദി പങ്കെടുക്കുന്നു. ആ ഒരു വേദി പങ്കിടാൻ അധികാരത്തിൻ്റെ വേദിയോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയോ ഒരുമിച്ചിരിക്കലോ ഭക്ഷണം കഴിക്കലോ പിന്നെ സാമൂഹ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മിശ്ര വിവാഹങ്ങൾ നടത്തുകയോ അതൊന്നും തന്നെ സാധ്യമാകാത്ത തരത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയെ മാറ്റി നിർത്തുന്നത് പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയാണ്. നമ്മളിത് അംബേദ്കറിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, 1956 അംബേദ്കർ മരിച്ചു. നമ്മളിപ്പോഴും ഈ ജാതി വ്യവസ്ഥ തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഇതേ ജാതി വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിലുള്ള കോടതി വിധികൾ, ഇതേ ജാതി വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറുകൾ, അതേ ജാതി വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ, പോളിസികൾ, ഇതെല്ലാം നമ്മൾ 2024 കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. 2 കോടതി വിധികളാണ് ഞാൻ എൻ്റെ ആനുപാതികമാക്കുന്നത്. ഒന്ന് EWS, സാമ്പത്തിക സംവരണം. സാമ്പത്തിക സംവരണം എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ജനവിഭാഗത്തിന് സാമ്പത്തികം മാനദണ്ഡമാക്കി ഇത്ര സാമ്പത്തികത്തിന് താഴെയുള്ളവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഫെയർ. എന്നാൽ ഇവിടുത്തെ സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇവിടുത്തെ സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് 8 ലക്ഷം രൂപ വരുമാനമുള്ള മുന്നോക്ക വിഭാഗങ്ങളിലെ ജനവിഭാഗങ്ങൾക്ക്, അത് മുന്നോക്ക വിഭാഗ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അതർ ദാൻ OBC, അതർ ദാൻ SC ST, അവരെല്ലാവരും തന്നെ മുന്നോക്ക വിഭാഗ ജനങ്ങളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ആ ജനവിഭാഗങ്ങളിലെ 8 ലക്ഷം രൂപ വരുമാനം, 8 ലക്ഷം രൂപ പ്രതിവർഷ വരുമാനം എന്ന് പറഞ്ഞാൽ 60,000 രൂപയിൽ കൂടുതൽ മാസ വരുമാനമുള്ളവരെ ആയിട്ടുള്ള സമൂഹത്തിലെ ആൾക്കാർക്ക് ഈ പറയുന്ന പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഇൻക്ലൂഷനാണ്. കൂടുതൽ പേര് പിന്നെ അധികാര ഇടങ്ങളിൽ, രാഷ്ട്രീയ ഇടങ്ങളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ അവരുടെ മെജോറിറ്ററി വർദ്ധിപ്പിക്കുക, അവരെ കൂടുതൽ പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ഉൾക്കൊള്ളിക്കൽ രാഷ്ട്രീയമാണ്. കൂടുതൽ പേര് അവരുടെ സമൂഹത്തിൽ നിന്ന് കൂടുതൽ പേര് മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ ദെയർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് ഈ EWSൽ നമ്മൾ കണ്ടത്. എന്നാൽ നിലവിൽ നമ്മുടെ ഈ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ നമ്മളിവിടെ സംസാരിച്ചു, എയ്ഡഡ് കോളേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിധികളായാലും ശരി, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നിലവിൽ സ്പെഷ്യൽ റിസർവേഷനിലെ സബ് ക്ലാസിഫിക്കേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിധികളായാലും ശരി, സബ് ക്ലാസിഫിക്കേഷൻ SC ST സബ് ക്ലാസിഫിക്കേഷനകത്ത് SC ST കാസ്റ്റിനകത്ത് തന്നെ പലർക്കും പ്രോപ്പറായിട്ട് അധികാര സ്ഥാനങ്ങളിൽ എത്താത്തതോ അല്ലെങ്കിൽ പ്രാതിനിധ്യം കിട്ടാത്തതോടുള്ള ചില ജനവിഭാഗങ്ങളുണ്ട്. അപ്പോൾ അവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അവരെ ഉപവർഗീകരിക്കണം എന്ന് പറയുന്ന നിയമങ്ങളും നിലവിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കോടതി ഉത്തരവുകൾ നിലവിൽ വന്നിട്ടുണ്ട്. എന്നാൽ ആ കോടതി ഉത്തരവിൽ നിലവിലെ SC ST റിസർവേഷൻ 75 വർഷമായിട്ട് റിസർവേഷൻ ഫോളോ അപ്പ് ചെയ്ത് വരുന്നതാണ്. അത് പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാരുകളോ കേന്ദ്ര സർക്കാരുകളോ പൂർണ്ണമായിട്ടും പാലിക്കുന്നുണ്ടോ? എത്ര ശതമാനം? 8% SC കേരളത്തിൽ, 2% STക്ക്, 15% കേന്ദ്രത്തിൽ. ഇതാണ് പാറ്റേൺ. ഇത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ? ഈ ഡാറ്റ പരിശോധിച്ചിട്ടാണോ സർക്കാർ ഈ ഒരു ഇത് പറഞ്ഞത്? എന്നാൽ EWSലോ പിന്നെ 10% സംവരണം മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കാർക്ക് കൊടുക്കാൻ വേണ്ടി അവരുടെ പ്രാതിനിധ്യത്തിലെ ഏതെങ്കിലും കുറവോ കൂടുതലോ മാനദണ്ഡമാക്കിയിട്ടോ ഇല്ല. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒന്ന് എക്സ്ക്ലൂഷൻ്റെ പരിപാടിയും മറ്റേത് ഇൻക്ലൂഷൻ്റെ പരിപാടിയുമാണ്. ഇപ്പോൾ നിയമ സംവിധാനങ്ങളും ഇത്തരത്തിലാണ്, ഈ ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങളും ഇത്തരത്തിലാണ് നമ്മളടുത്ത് സംവദിക്കുന്നത്. എന്തെങ്കിലും ഒരു നിയമം അത് മറ്റ് സവർണ വിഭാഗങ്ങളെ, സവർണ ജാതി വിഭാഗങ്ങളെ പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ അവരെ പരിപോഷിക്കുന്നതായിട്ടോ വരുന്ന സമയത്ത് അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഒരുക്കാൻ ഇന്ത്യയിലെ നീതിന്യായ സംവിധാനങ്ങൾ പോലും വളരെയധികം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയാണ്. ആ ജാതി വ്യവസ്ഥ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മാത്രമല്ല, കേരളത്തിലെ മീഡിയ പേഴ്സൺസ് മാത്രമല്ല, ഇന്ത്യയിലെ നീതിന്യായ സംവിധാനങ്ങളും ഈ ജാതി വ്യവസ്ഥയെ അറിഞ്ഞോ അറിയാതെയോ പരിപാലിക്കുന്നത് കൊണ്ടാണ് നമുക്കിവിടെ ഒന്ന് സംസാരിക്കേണ്ടി വരുന്നത്. ദിസ് ഈസ് റോങ് ഇതിങ്ങനെയല്ല, ഇത് മാറ്റേണ്ടതാണ് എന്ന് പൊതുസമൂഹത്തോട് മൈക്ക് കെട്ടി സംസാരിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം നമ്മുടെ നിയമ സംവിധാനങ്ങളും രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളും ലിബറൽ എന്ന് പറയുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ അത്തരത്തിൽ ഒരു ഓളിഗാർക്കിക് പരമായിട്ട് നമ്മളടുത്ത് സംവദിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ശില്പി എന്ന നിലയിൽ ഒരു വിശ്വപൗരനായി നമ്മൾ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടന
ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ സാഹചര്യം എന്നുകൂടി നമ്മൾ അറിയുന്നത് നന്നായിരിക്കും. ഒന്ന്, മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ പാകിസ്ഥാന് വേണ്ടി മാറ്റിവെക്കണം എന്നൊരു നിർദ്ദേശം വന്നപ്പോൾ തന്നെ ഇന്നത്തെ ഒറീസ, രായലസീമ, കൂച്ച് ബീഹാർ തുടങ്ങിയ പ്രദേശങ്ങൾ പിന്നോക്ക പ്രദേശമായി പ്രഖ്യാപിക്കണമെന്നും അവർക്ക് ഒരു ഹരിജൻ സ്ഥാൻ അന്നവർ ഉന്നയിച്ചൊരു വാക്കത വേണ്ടി ഒന്നുകൂടി ഇന്ത്യ വിഭജിക്കണമെന്നും ഒരാവശ്യം ആ ഭാഗത്തുനിന്ന് ഉയർന്നു. ഇവിടുത്തെ പ്രാദേശിക നേതാക്കളിൽ നിന്ന് പല ഭാഗത്തുനിന്ന്, പ്രധാനമായും കൂച്ച് ബീഹാർ ഭാഗത്തു നിന്നാണ് അത് ഉയർന്നു വന്നത്. ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്യാം, നിങ്ങളുടെ സംവരണം വ്യവസ്ഥ ചെയ്യാമെന്ന നിർദ്ദേശം പോലും ധിക്കരിച്ചുകൊണ്ട് അവർ സമരത്തിന് തയ്യാറായ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഡോക്ടർ BR അംബേദ്കറെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാക്കുന്നത്. BR അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാക്കുന്നത് ആരുടെയും സൗജന്യം കൊണ്ടല്ല എന്ന് സ്ഥാപിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞ ഒരാൾ അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ നമുക്കറിയാം ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഒരംഗമായി. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ ഭരണഘടന എഴുതി തീർന്നതിന് ശേഷമാണ് അംഗങ്ങൾ വായിച്ചു നോക്കിയത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇത്രയും ബൃഹത്തായൊരു ഭരണഘടന പൂർണ്ണമായും അത് ഡ്രാഫ്റ്റ് ചെയ്യുകയും അത് എഡിറ്റ് ചെയ്യുകയും അത് എഴുതിപ്പിക്കുകയും ചെയ്തതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഡോക്ടർ BR അംബേദ്കർക്കായിരുന്നു എന്ന് ആകെ ഒരൊറ്റയാളെ പറഞ്ഞിട്ടുള്ളൂ, അത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. ഈ ഭരണഘടനയുടെ പ്രാധാന്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഡോക്ടർ BR അംബേദ്കർ ഇവിടുത്തെ ബ്രാഹ്മണ ഭരണഘടനയായ മനുസ്മൃതി കത്തിച്ചതുമായി ചേർത്ത് നമ്മളിത് വായിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായി ഒരു ഭരണഘടന ഉണ്ടാകുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. മൗര്യ സാമ്രാജ്യം രൂപപ്പെട്ട കാലത്ത് ചന്ദ്രഗുപ്ത മൗര്യനെ നേരെ ചൊവ്വേ ഒന്ന് ഭരിക്കുന്നതിന് വേണ്ടി അന്ന് വിഷ്ണുഗുപ്തൻ എന്ന ചാണക്യൻ രൂപപ്പെടുത്തിയ അർത്ഥശാസ്ത്രം, ആ അർത്ഥശാസ്ത്രം വെച്ചുകൊണ്ടുള്ള ഒരു ഭരണം നടക്കവേ ആണ് അശോകൻ്റെ ചെറുമകനായ ബൃഹദ്രഥനെ അട്ടിമറിച്ചുകൊണ്ട് ബ്രാഹ്മണാധിപത്യം അധികാരത്തിൽ വരുന്നത്. സുംഗ രാജവംശം BC 185. അവർക്ക് ഈ അർത്ഥശാസ്ത്രം വെച്ചുകൊണ്ട് ഭരിക്കാൻ പറ്റില്ല. ചാതുർവർണ്ണ വ്യവസ്ഥ ഏതാണ്ട് വേരുറച്ച കാലം. അതിനുവേണ്ടി ചാതുർവർണ്ണ വ്യവസ്ഥ അടിച്ചുറപ്പിക്കുകയും അതിൻ്റെ പേരിൽ ഭരണം നടത്തുകയും വേണമെന്ന ആവശ്യത്തിന്മേൽ ഒരു ഭരണഘടന ഉണ്ടാക്കേണ്ടി വന്നു. അങ്ങനെയാണ് സുമതി ഭാർഗവ എന്ന ഒരാളിനെ കൊണ്ട് BC 185 കാലഘട്ടത്തിൽ ഈ മനുസ്മൃതി എഴുതുന്നത്. മനുസ്മൃതി വായിച്ചിട്ടുള്ളവർക്കറിയാം, അത് മനു പറഞ്ഞതായിട്ടാണ് എഴുതുന്നത്, മനു എഴുതിയതല്ല, മനു പറഞ്ഞതായി എഴുതുന്നു എന്നാണ് അതിൻ്റെ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഭരണഘടനയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ആദ്യത്തെ ഭരണഘടന അർത്ഥശാസ്ത്രവും, രണ്ടാമത്തേത് മനുസ്മൃതിയും. ഈ മനുസ്മൃതിയാണ് കത്തിച്ചുകൊണ്ട് മൂന്നാമതൊരു ഭരണഘടന, ജനങ്ങളുടെ ജനാധിപത്യ സ്വഭാവമുള്ള ഒരു ഭരണഘടന അംബേദ്കർ സൃഷ്ടിച്ചെടുത്തു. ഇനി ഇവിടെ നമ്മൾ ഈ മനുസ്മൃതിയെക്കുറിച്ച് പറയുമ്പോൾ ഈ മനുസ്മൃതിക്ക് ഒരുപാട് വേർഷനുണ്ട്, പല 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 പേരുകളിൽ. അതിലെനിക്ക് കൂടി ചെറിയൊരു ഒരു 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 അപരാധം കേൾക്കേണ്ടി വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അതുകൂടി പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ള സമയം വളരെ കുറച്ചേ ഉള്ളൂ, ഞാൻ വളരെ ചുരുക്കുക. ഇത് 1924-25 കാലഘട്ടം വരെ മനുസ്മൃതിയുടെ കേരളീയ വേർഷനായ ശാങ്കരസ്മൃതി ഇവിടുത്തെ ഭരണഘടനയായി സവർണ സമൂഹം ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിശയം തോന്നാം. നമുക്കറിയാം 1924 വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ ആ സംഭവമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആ വൈക്കം സത്യാഗ്രഹ കാലഘട്ടത്തിൽ വൈക്കം സത്യാഗ്രഹികളെ സന്ദർശിച്ച മഹാത്മാഗാന്ധി ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്നുള്ള നിലയിൽ ആ ക്ഷേത്രത്തിൻ്റെ ഊരാളനായ ഇണ്ടന്തുരുത്തി മനയിലേക്ക് പോകുന്നു.
ഇണ്ടംതുരുത്ത് മനയിലുടെ അധികാരിയായ നീലകണ്ഠൻ നമ്പൂതിരി അല്ല നമ്പ്യാതിരി, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്പ്യാതിരി മഹാത്മാഗാന്ധിയെ അദ്ദേഹം വൈശ്യനായതുകൊണ്ട് അദ്ദേഹത്തെ ഇരുത്തിയത് മുറ്റത്താണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. മുറ്റത്ത് പന്തല് കെട്ടി അവിടെ ഇരുത്തുകയും ഇദ്ദേഹം കോലായിലിരുന്ന് അദ്ദേഹവുമായി സംവദിക്കുകയും ചെയ്തു. അന്ന് എന്തുകൊണ്ട് അവർണ വിഭാഗത്തിന് വഴി നടക്കാൻ അനുവദിക്കുന്നില്ല എന്നതിന് ന്യായീകരണമായി മഹാത്മാഗാന്ധിയുടെ മുമ്പിലേക്ക് എടുത്ത് ഇട്ടത് ഈ സംസ്കൃതത്തിൽ എഴുതിയ ശങ്കര സ്മൃതിയാണ്. അന്ന് ഗാന്ധി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ശങ്കരൻ എഴുതിയാണെന്നുള്ളതിന് ഉറപ്പെന്താ? പല ചോദ്യങ്ങളും ചോദിച്ചു, അതിനൊന്നും മറുപടിയില്ല. പക്ഷേ ഇത് ഞങ്ങളുടെ ആധികാരിക ഗ്രന്ഥമാണ് എന്നവർ ഷഠിക്കുകയാണുണ്ടായത്. ഇതിനിപ്പോഴെന്താണ് പ്രസക്തി എന്നൊരു ചോദ്യം വരാം. നമുക്കറിയാം ഇവിടെ നവോത്ഥാന കാലഘട്ടം, അതൊക്കെ ഒരുപാട്, അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. അത് കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന 1917, 15, 16, 17, 18 കാലഘട്ടത്തിൽ ആദ്യമായി ശങ്കരസ്മൃതിക്ക് ഒരു മലയാള വ്യാഖ്യാനം ഉണ്ടാകുന്നു TC പരമേശ്വരൻ മൂസതിൻ്റെ. ആ TC പരമേശ്വരൻ മൂസതിനെ വ്യാഖ്യാനം ചെയ്യുമ്പോൾ അതിന് അവതാരിക എഴുതിയിരിക്കുന്ന കുഞ്ഞുകുട്ടൻ തമ്പുരാനാണ്. നമുക്കറിയാം മഹാകവി കുഞ്ഞുകുട്ടൻ തമ്പുരാൻ, കേരളാവ്യാസം. അത് കഴിയുമെങ്കിൽ കിട്ടുമെങ്കിൽ അതൊന്നെടുത്ത് വായിക്കണം. ചാതുർവർണ്ണ്യത്തിന് ആരെക്കിട്ടുറപ്പിക്കുന്ന ആ വ്യവസ്ഥിതിയെ 100% പിന്തുണച്ചുകൊണ്ട് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ഒരു അവതാരിക എഴുതിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഇവിടെ പറയുന്നതിന് കാരണം ഇതിന് പിന്നെ ഒരു പഠനം ഉണ്ടായില്ല. അത് അർത്ഥം മാത്രമാണ് പരമേശ്വരൻ മൂസ എഴുതിയത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കഴിയുന്നിടത്തോളം നവോത്ഥാന കാലഘട്ടത്തിൽ എന്തെങ്കിലും നന്മ വല്ലതും നടന്നിട്ടുണ്ട് എങ്കിൽ അതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് അതുവരെ സംസ്കൃതത്തിൽ മാത്രം ഒളിഞ്ഞു കിടന്ന ഈ കൃതിയെ മലയാളത്തിലേക്ക് പരമേശ്വരൻ മൂസത് വ്യാഖ്യാനം അർത്ഥം കൊടുത്തെഴുതി. ഇതിന് പിന്നെ ഒരു പഠനം ഉണ്ടായിട്ടില്ല. ഇതിന് ഒരു പഠനം എൻ്റെ കഷ്ടകാലത്തിന് ഒരു നിർദ്ദേശം വന്നതിനെ തുടർന്ന് 2-3 പേർ വലിയ നിർബന്ധമുണ്ട്. ഞാൻ നിർബന്ധിച്ചതിന് ശേഷം ഞാനൊരു 5-6 മാസം സമയമെടുത്ത് അതിൻ്റെ പഠനം തയ്യാറാക്കി. ഒരു 42 പേജ് പഠനവും പിന്നെ അതിൻ്റെ ടിപ്പണിയൊക്കെ കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ 400 പേജുണ്ട് ഇല്ലേ, ഇത്രയും വരും തോന്നും. പുറത്തിറക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിയുടെ ബഹളമായി, തെറിയുടെ ബഹളമായി എൻ്റെ വീട്ടിൽ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കേണ്ടി വന്നു. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മുടെ EPN-ലൊക്കെ അറിയാം. കാരണം അതിനകത്ത് അവരാദ്യം ഉന്നയിച്ചതാണ് ഇത് ശങ്കരാചാര്യരുടേതാണെന്ന് ആര് പറഞ്ഞു? അതിൻ്റെ കവർ പേജിൽ ശങ്കരാചാര്യരുടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ശങ്കരാചാര്യരുടേതാണ് എന്ന് പറയപ്പെടും. അന്ന് ഈ പറഞ്ഞ പോലെ ഫോട്ടോ കോപ്പിയും ക്യാമറയൊന്നും ഇല്ലാത്തൊരു കാലമാണല്ലോ. ശങ്കരാചാര്യരുടെ ആണ് എന്ന് പറയപ്പെടുന്ന ഒരു പടം അതിനകത്തുള്ളത് കൊണ്ട് മാത്രം ബഹളമായി, പ്രശ്നമായി. എന്തായാലും മാർക്കെല്ലാ പുസ്തകമുണ്ട്. അത് അതിൻ്റെ പരസ്യത്തിന് വേണ്ടിയൊന്നും അല്ല. അതാണ് അത് പബ്ലിഷ് ചെയ്ത് ആരാണെന്ന് പോലും ഞാൻ പറയാത്തത്. അതൊന്നും നമ്മുടെ ജോലിയല്ല, അത് അടിച്ചൊരു വിറ്റോളും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നും മനുസ്മൃതിയുടെ പിറകെ പോകുന്ന, അതിനെ വേദവാക്യമായി കാണുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, കേരളീയ സമൂഹത്തിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, ഞാൻ താമസിക്കുന്ന നെടുമങ്ങാട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് ജാതി വ്യവസ്ഥ, അത് നാഗേഷ് പറഞ്ഞതിൻ്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്. ഇവിടെ ജാതി വ്യവസ്ഥയൊക്കെ മാഞ്ഞു പോയി, ഇപ്പോൾ ജാതി ഉണ്ടോ കേരളത്തിൽ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ബാക്കി ഒരുപാട് ആളുകൾക്ക് സംസാരിക്കാനുള്ള ഞാൻ ഇനി നീട്ടുന്നില്ല. എൻ്റെ ഒരു അനുഭവം മാത്രം ഞാൻ പങ്കുവെച്ചത് മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ നിലനിർത്തുന്നതിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പങ്ക് എന്ന വിഷയമാണ് ചർച്ചയ്ക്കായി വെച്ചിട്ടുള്ളത്. നിർഭാഗ്യവശാൽ ഞാൻ വിചാരിക്കണോ എനിക്ക് മുമ്പ് സംസാരിച്ചിരുന്നവർ ആ വിഷയത്തിലേക്ക് വരികയുണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരും വളരെ പ്രഗത്ഭമതികളാണ്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന, കേരളത്തിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയുടെ കാര്യത്തിൽ വളരെ ശക്തമായ വിമർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അത് സംബന്ധിച്ച് അവർ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ഇന്ന് ഡിസംബർ മാസം 6-ാം തീയതിയാണ്. അംബേദ്കറുടെ ജന്മദിനമാണ്. നമ്മൾ സമീപകാല ചരിത്രം നോക്കുമ്പോൾ ബാബറി മസ്ജിദ് തകർത്തതിൻ്റെ ഒരു വാർഷികം കൂടിയാണ്. സമീപകാല ഇന്ത്യയിലെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സുപ്രധാനമായൊരു ഭരണഘടനാ മൂല്യത്തിന്
മതനിരപേക്ഷതയെ അതിനേറ്റവും മാരകമായ പ്രഹരമേൽപ്പിക്കുകയും രാജ്യത്തെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതിൽ ഒരു നിർണായകമായ സ്ഥാനം വഹിക്കുകയും ചെയ്ത ഒരു സംഭവമാണ് ബാബറി മസ്ജിദിൻ്റെ തകർക്കൽ. സുപ്രീം കോടതി അതൊരു പാതകമാണ് എന്ന് തന്നെ നിരീക്ഷിച്ചു. ആ പാതകം നടത്തിയ ആളുകൾക്ക് അതേ സ്ഥാനത്ത് അവരഭിലഷിച്ചതുപോലെ ഒരു ക്ഷേത്ര നിർമ്മാണത്തിനുള്ള അനുമതിയും സുപ്രീം കോടതി കൊടുത്തു. അപ്പോൾ ഇത് ഇന്ത്യൻ പോളിറ്റിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ രാഷ്ട്രഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ചില ഭ്രംശങ്ങൾ സംഭവിച്ച ഒരു ദിവസം കൂടിയാണ് ഈ ഡിസംബർ 6 എന്നതുകൂടി ഞാൻ ആമുഖമായി ഒന്ന് ചൂണ്ടിക്കാണും. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ജാതി വ്യവസ്ഥ നിലനിർത്തുന്നതിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പങ്ക് എന്താണ്? ജാതി വ്യവസ്ഥ സഹസ്രാബ്ദങ്ങളായി നിലനിന്നു പോരുന്ന ഒന്നാണ്. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ ഇതുപോലെ നിലനിൽക്കുന്നത് എന്ന് വാദിക്കുന്നവരുണ്ട്. അംബേദ്കറെ പോലെ ജാതി നിർമൂലനമാണ്, ജാതിയെ അനിഹിലേറ്റ് ചെയ്യലാണ്, ഉന്മൂലനം ചെയ്യലാണ് ഇന്ത്യൻ സമൂഹത്തിന് മുന്നോട്ട് പോകാനുള്ള, അതിന് സ്വയം ആധുനികീകരിക്കാനുള്ള മാർഗം എന്ന് കരുതുന്ന ആളുകളും ഇന്ത്യയിലുണ്ട്. ഈ ഒരു കാഴ്ചപ്പാടിന് മേൽക്കൈ കിട്ടിയതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന ഇന്നത്തെ രൂപത്തിലായത്. ഇന്ത്യൻ ഭരണഘടന എങ്ങനെ എഴുതി, ആരൊക്കെയാണ് അതിനകത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾ, എന്താണ് അതിൻ്റെ ഉള്ളടക്കം, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയെ സംബന്ധിച്ചൊക്കെ പരാമർശങ്ങൾ വന്നു. ഞാനൊരു കാര്യം അതിൽ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, സുരേഷ് മാനെ എന്ന് പറയുന്ന ഒരാളുണ്ട്. നിങ്ങൾ ചിലർക്കും അറിയാം. BSP എന്ന് പറയുന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലെ ഒരു പ്രമുഖ സ്ഥാനത്തുണ്ടായിരുന്നയാളാണ് സുരേഷ് മാനെ. സുരേഷ് മാനെ അംബേദ്കറിൻ്റെ ഒരു ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ആ ജീവചരിത്രത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ശീർഷകം, ടൈറ്റിൽ, ദ മാൻ ഹൂ കോഡിഫൈഡ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നാണ്. അംബേദ്കറെ സുരേഷ് മാനെ വിശേഷിപ്പിക്കുന്നത് ദ മാൻ ഹൂ കോഡിഫൈഡ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നാണ്. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ കോഡിഫൈ ചെയ്ത നിയമങ്ങൾ എന്ന നിലയ്ക്ക്, ചട്ടങ്ങൾ എന്ന നിലയ്ക്ക്, ചട്ടങ്ങളല്ല നിയമങ്ങൾ എന്ന നിലയ്ക്ക്, ഭരണഘടനാ വ്യവസ്ഥകൾ എന്ന നിലയ്ക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യങ്ങളെ കോഡിഫൈ ചെയ്ത, ക്രോഡീകരിച്ച ആളായിട്ടാണ് അദ്ദേഹം അംബേദ്കറെ കാണുന്നത്. ഞാൻ ഈ ടൈറ്റിലിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെയാണ് ഇന്ത്യയുടെ ഭരണഘടനയ്ക്കകത്ത് ക്രോഡീകരിക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യങ്ങളെയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സങ്കല്പം അത് ഒരു സുപ്രഭാതത്തിൽ രൂപം കൊണ്ടതല്ല. നമ്മൾ 1857 ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം തുടങ്ങുമ്പോൾ അത് ബ്രാഹ്മണൻ്റെ, ഹിന്ദുക്കളുടെ മതപരമായ, വിശ്വാസപരമായ ചില മൂല്യങ്ങളെ ധ്വംസിക്കുന്ന തരത്തിലുള്ള ചില സംവിധാനങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതിൽ പ്രതിഷേധിച്ചിട്ടാണ്. സിപ്പായിമാർ, പട്ടാളക്കാർ ഉപയോഗിക്കുന്ന വെടിയുണ്ട അത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ മുക്കിയെടുത്തതാണ്, അത് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ഇതുവഴി ഈ രണ്ട് മതവിശ്വാസികളുടെയും വിശ്വാസങ്ങളെ ധ്വംസിക്കുന്ന ഒരു കാര്യം ബ്രിട്ടീഷ് ഭരണകൂടം ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമുക്കറിയാവുന്നതുപോലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 തുടങ്ങുന്നത്. 1947 ഇന്ത്യ സ്വതന്ത്രമാവുകയും 1949 നവംബർ മാസം 26 ഒരു ഭരണഘടന അംഗീകരിക്കപ്പെടുകയിൽ 1950 ജനുവരി 26 മുതൽ അത് ഒരു റിപ്പബ്ലിക്കായ ഇന്ത്യയിൽ പ്രയോഗിക്കപ്പെടുകയും ചെയ്യുമ്പോൾ 1857 നിന്ന് സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച ഇന്ത്യയുടെ സങ്കല്പത്തിന് വളരെ വലിയ ഒരു വ്യതിചലനം, ഒരു മാറ്റം, ഒരു പരിവർത്തനം സംഭവിക്കുന്നുണ്ട്. ഈ പരിവർത്തനം അതാണ് നമ്മളിന്നറിയുന്ന സെക്യുലറായ, ഡെമോക്രാറ്റിക്കായ, ഫെഡറലായ ഒരു ഇന്ത്യയെ സംബന്ധിച്ച സങ്കല്പം ഉണ്ടാക്കുന്നത്. ഈ സ്വാതന്ത്ര്യ സമരം ഇതേ തുടർന്ന് ലോകത്ത് നിലനിൽക്കുന്ന വിവിധ ഭരണഘടനകൾ പഠിക്കുകയും ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് മുമ്പുണ്ടായിട്ടുള്ള അമേരിക്കയുടെ ഭരണഘടനയുണ്ട്, മറ്റ് പല ഭരണഘടനകൾ,
ബ്രിട്ടനിലാണെങ്കിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുണ്ട്. അപ്പോൾ ഇത്തരം ഭരണഘടനകളിൽ നിന്നൊക്കെ ഈ പറയുന്ന ജനാധിപത്യത്തിൻ്റെ, മതനിരപേക്ഷതയുടെ, ഫെഡറലിസത്തിൻ്റെ, പരമാധികാരത്തിൻ്റെ, സമത്വബോധത്തിൻ്റെ, സോഷ്യലിസത്തിൻ്റെ ഇതിൻ്റെയൊക്കെ തന്നെ മൂല്യങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പല സന്ദർഭങ്ങളിൽ ഉയർന്നു വരികയും മേൽക്കൈ നേടുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നടുനായകത്വം വഹിക്കുന്ന പ്രത്യയശാസ്ത്രധാരയായി നിലകൊള്ളുകയും ചെയ്ത ഈ മൂല്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാകുന്നത്. തീർച്ചയായും അത് എഴുതിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അംബേദ്കർ ആയിരുന്നു. പക്ഷേ അത് ഇന്ത്യൻ ജനതയുടെ ഈ ജനാധിപത്യ ബോധം സമരങ്ങളിലൂടെ വികസിച്ചു വന്ന, സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളിലൂടെ വികസിച്ചു വന്ന ഈ ജനാധിപത്യ ബോധത്തിനെയാണ് ഈ ഭരണഘടനയ്ക്കകത്ത് ക്രോഡീകരിക്കേണ്ടത്. അന്ന് ഈ ഭരണഘടനയെ ശക്തമായി വിമർശിക്കുകയും ഇതല്ല ഇന്ത്യയുടെ ഭരണഘടനയാവേണ്ടത് എന്ന് ശഠിക്കുകയും ചെയ്ത ഹിന്ദുത്വവാദികൾക്ക് ഇന്ന് ഇന്ത്യയുടെ ഭരണഘടന മാറ്റാനുള്ള ഒരു കഴിവിൻ്റെ പടിവാതിൽക്ക് അവർ എത്തി നിൽക്കുകയാണ്. അവർ പറഞ്ഞു, ഇന്ത്യക്ക് ഇന്ത്യ എന്നല്ല പേര് വേണ്ടത്, ഭാരതം എന്ന പേര് വേണം. ഇന്ത്യക്ക് ത്രിവർണ്ണ പതാകയല്ല വേണ്ടത്, അതിന് ഭഗവദ്ധ്വജം വേണം. ത്രികോണാകൃതിയിലുള്ള കാവ്യ നിറത്തിലുള്ള പതാകയാണ് ഇന്ത്യയുടേതാകേണ്ടത്. ഇന്ത്യക്ക് ഭരണഘടനയായി വേണ്ടത് ഈ രൂപപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയല്ല, മറിച്ച് അത് മനുസ്മൃതിയിൽ അധിഷ്ഠിതമായതായിരിക്കണം. ഇതൊക്കെ അന്ന് വാദിച്ചിരുന്ന ഹിന്ദുത്വവാദികൾക്ക്, ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഇന്ന് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അധികാരമുണ്ട്. അവർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവർ അവകാശപ്പെട്ടിരുന്നത് 400 സീറ്റ് നേടി ഭൂരിപക്ഷത്തിലെത്തി ഇന്ത്യൻ ഭരണഘടനയെ അവർ ഭേദഗതി ചെയ്യും എന്നാണ്. അതിനുള്ള ശ്രമങ്ങൾ അവർ തുടരുകയാണ്. ഭേദഗതി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണോ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് ഇന്ത്യക്കാർ വളർത്തിയെടുത്തു വന്ന പുരോഗമന ജനാധിപത്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ ഭരണഘടന ഉൾക്കൊള്ളിച്ചിട്ടുള്ള മൂല്യങ്ങൾ എന്താണോ അതിനെ നിലംപരിശാക്കുക, അതിനെ ഭേദഗതി ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ ജാതിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജാതിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഇന്നും കേരളത്തിൽ ഇന്നും ജാതിയുണ്ട് എന്നുള്ള കാര്യത്തിൽ ആരും തർക്കിക്കേണ്ട കാര്യമില്ല. പക്ഷേ കേരളത്തിലെ ജാതി ഇന്ത്യയുടെ ഇതര പ്രദേശങ്ങളിലെ ജാതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. കേരളത്തിലെ ജാതി പ്രത്യക്ഷമായ ജാതീയതയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്ത, പലപ്പോഴും പ്രച്ഛന്നമായ, വേണമെങ്കിൽ കപടമെന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ജാതീയ ബോധം കേരളത്തിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട്. ഇത് ജാതിക്കെതിരായി നടത്തിയ ജാതി ജന്മി മേധാവിത്വത്തിനെതിരായിട്ടാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തെ തുടർന്നുണ്ടായ സോഷ്യലിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അവരുടെ പ്രധാന മുദ്രാവാക്യം ജാതി ജന്മി അധീശത്വത്തിനെതിരായിട്ടുള്ളതാണ്. നമ്മൾ അംബേദ്കർ മഹദലി സമരം നടത്തിയതിൻ്റെ കാര്യമോ അതല്ലെങ്കിൽ മനുസ്മൃതി കത്തിച്ചതിൻ്റെ കാര്യമോ ഒക്കെ പറയുമ്പോൾ ഒരുപക്ഷെ അംബേദ്കറേക്കാൾ മിലിറ്റൻ്റായി ഈ സമരം നടത്തിയ ആൾ കേരളത്തിലെ അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയുടെ സമരം ഇതിന് ഒരു കാര്യം വളരെ ശരിയാണ്. ജാതി വ്യവസ്ഥയെ അംബേദ്കറെ പോലെ ശരിയായി ഉൾക്കൊള്ളാൻ, അതിനെ സൈദ്ധാന്തികമായി സമീപിക്കാൻ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിദ്ധാന്തങ്ങളോ നിലപാടുകളോ ഒക്കെ സ്വരൂപിക്കാൻ അംബേദ്കർക്ക് കഴിയുന്നത് പോലെ അയ്യങ്കാളിക്ക് കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ ചരിത്രപരമായ അദ്ദേഹത്തിൻ്റെ സാമൂഹികമായ പരിമിതികൾ അതിനുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അയ്യങ്കാളി ഉയർത്തിക്കൊണ്ടുവന്ന ഈ സമരങ്ങളാണ് നോക്കുക. ഇപ്പോൾ നമ്മൾ അംബേദ്കറാണ് ഭരണഘടന എഴുതിയത് എന്ന് നമ്മളെല്ലാവരും ചെറിയ ക്ലാസ് മുതൽ സ്കൂൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അംബേദ്കറിസ്റ്റ് പൊളിറ്റിക്സിന് 1990-കൾക്ക് മുൻപ് കേരളത്തിലൊരു സ്വാധീനം ഉണ്ടായിരുന്നില്ല. 90-കളുടെ മധ്യത്തിലാണ് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നയാളായി അംബേദ്കറിസ്റ്റ് ചിന്ത കേരളത്തിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണത്? കേരളത്തിലെ ജാതി വിരുദ്ധ സമരങ്ങൾ നടത്തിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരും പഴയ കോൺഗ്രസ്സുകാരുമാണ്. അത് ദളിത് സംഘടനകളല്ല. ഞാൻ ദളിത് സംഘടനകളുടെ പ്രസക്തിയെ, പ്രാധാന്യത്തെ കുറച്ച് കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഒരു ചരിത്ര വസ്തുത പറയുന്നതാണ്. ഇപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം, അതല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ നടന്നിട്ടുള്ള മറ്റ് നിരവധി സമരങ്ങൾ, കേരളത്തിൽ നടന്നിട്ടുള്ള നിരവധി സമരങ്ങൾ, ജാതീയതയ്ക്കെതിരായി നടത്തപ്പെട്ടിട്ടുള്ള സമരങ്ങൾ ദളിത് സംഘടനകളുടെ ആഭിമുഖ്യത്തിലല്ല, സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പഴയ കോൺഗ്രസ്സുകാരിൽ നിന്ന്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ നിന്നും അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നുമാണ് കേരളത്തിൽ അതുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രതിമകൾ ആരുടെയാണ് എന്നൊരു ചോദ്യം വരാറുണ്ട്.
ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പ്രതിമയുള്ളത് ഹനുമാൻ്റെയാണ്, ദൈവമായ ഹനുമാൻ. രണ്ടാമത്തെ എണ്ണം അംബേദ്കറുടെ പ്രതിമയ്ക്കാണ്. അംബേദ്കറുടെ പ്രതിമയ്ക്കും അംബേദ്കറിസ്റ്റ് രാഷ്ട്രീയത്തിനും ഇത്രമാത്രം സ്വാധീനമുള്ള ഇന്ത്യയുടെ ഇതര മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് ജാതിയുടെ പ്രത്യക്ഷ രൂപങ്ങളെങ്കിലും കേരളത്തിൽ കുറവായിരിക്കുന്നത്? കേരളത്തിൽ അയ്യങ്കാളി പ്രസ്ഥാനത്തിൻ്റെ, അതിന് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായി വന്ന സോഷ്യലിസ്റ്റ്, ദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം, ഇതാണ് കേരളത്തിൽ ജാതിയുടെ പ്രത്യക്ഷ രൂപങ്ങളെങ്കിലും ഫലത്തിൽ ഇല്ലാതെയാകുന്നതിനുള്ളൊരു കാര്യമുണ്ടായി. അപ്പോൾ ഭരണഘടന രൂപപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ ഇന്നത്തെ ഭരണഘടനയുടെ മൂല്യങ്ങളോടൊക്കെ ശക്തമായി വിയോജിപ്പ് പുലർത്തിയിരുന്ന സവർണ വർഗീയ ബ്രാഹ്മണിക്കൽ രാഷ്ട്രീയത്തിൻ്റെ ശക്തികൾ ഇന്ത്യയിൽ സജീവമായിരുന്നു. ഒരുപക്ഷേ ഒരു ചരിത്രത്തിൻ്റെ ഒരു സവിശേഷ സന്ദർഭത്തിലല്ലായിരുന്നുവെങ്കിൽ ഹിന്ദുത്വവാദികൾക്ക് ആ കാലത്തിൽ തന്നെ ഇന്ത്യയുടെ അധികാരം ലഭിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. കോൺഗ്രസിനകത്ത് വളരെ വലിയ സ്വാധീനം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ആ കാലത്തുണ്ടായിരുന്നു. അത് സർദാർ വല്ലഭഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിൽ മാത്രമല്ല, മറ്റു പലതിലും. അയോധ്യയിൽ 1949 ഡിസംബർ 22 അയോധ്യയിലെ ബാബറി മസ്ജിദിനകത്ത് സ്ഥാപിച്ച രാമവിഗ്രഹത്തിനെ എടുത്ത് സരയൂ നദിയിൽ എറിയാൻ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ആവശ്യപ്പെട്ടിട്ട് പോലും അന്ന് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഗോപി വല്ലഭ് പന്തിന് അതിനുള്ള സന്നദ്ധത ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അത് നിഷേധിച്ചു. അവിടെ വർഗീയ കലാപമുണ്ടാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് 1949 ഡിസംബർ 22 മുതൽ 1992 ഡിസംബർ 6 വരെ ബാബറി മസ്ജിദിനകത്ത് രാമവിഗ്രഹം ഇരുന്നു. അത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്കത് കാരണമായി. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഹിന്ദുത്വവാദികളുടെ ജാതിബോധത്തെ സംബന്ധിച്ചാണ്. ഞാൻ കൂടുതൽ വിശദമായി സംസാരിക്കേണ്ട ഒരു വേദിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് പോകുന്നില്ല. ചില കാര്യങ്ങൾ നിങ്ങളുടെ പരിഗണനയ്ക്ക് വയ്ക്കാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജാതീയത സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു 100 കൊല്ലം മുൻപ് നിലനിന്നിരുന്ന ജാതിയല്ല ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. നമ്മൾ മനുസ്മൃതിയെ സംബന്ധിച്ച് പറയുമ്പോൾ 1949 മനുസ്മൃതിയാണ് ഇന്ത്യയുടെ ഭരണഘടനയാകേണ്ടത് എന്ന് ഓർഗനൈസറിൻ്റെ മുഖപ്രസംഗത്തിൽ വന്നിരുന്നുവെങ്കിൽ ഇന്ന് ആ ഓർഗനൈസറിൻ്റെ RSSൻ്റെ അവർ മനുസ്മൃതിയാണ് ഇന്ത്യയുടെ ഭരണഘടനയാകേണ്ടത് എന്ന് പറയില്ല. അന്നത്തെ ജാതീയത ആ രൂപത്തിലല്ല ഇന്ന് നിലനിൽക്കുന്നത്. മതങ്ങൾക്ക്, ജാതികൾക്ക്, വിശ്വാസങ്ങൾക്ക്, ആചാരങ്ങൾക്ക്, അനുഷ്ഠാനങ്ങൾക്കൊക്കെ കാലാന്തരത്തിൽ സംഭവിക്കുന്ന പലതരത്തിലുള്ള പരിണതികൾ, പലതരത്തിലുള്ള പരിണാമങ്ങൾ ജാതിക്കും സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കാണണം. ഇന്ന് ജാതീയത പഴയതുപോലെ മനുസ്മൃതിയെയാണ് ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ, ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റണം എന്ന് ശഠിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരുള്ള രാജ്യമാണ് നമ്മുടേതെന്നറിയാം. ഇത്തരത്തിലുള്ള സന്യാസിമാർക്കൊപ്പം അവരുടെ വേഷം കെട്ടിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബാബറി മസ്ജിദിൻ്റെ സ്ഥാനത്ത് പണിത അയോധ്യ ക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത്, അതിൽ പ്രതിഷ്ഠ നിർവഹിച്ചത്. ഇതൊക്കെ നമുക്കറിയാം. പുരോഹിത പ്രമാണിയെപ്പോലെ ഒരുപക്ഷെ ലോകത്തിൽ പുരോഹിതന്മാർ നേതൃത്വം കൊടുക്കുന്ന ഭരണ സംവിധാനങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഒരുപക്ഷെ ഇറാനിലൊക്കെ പോലെ. ഇന്ത്യയിലും ഒരു പുരോഹിത പ്രമാണിയാണ് ഭരണം നടത്തുന്നത് എന്ന് തോന്നലുണ്ടാക്കാവുന്ന വിധത്തിൽ പുരോഹിതന്മാർക്കൊപ്പം നിൽക്കുന്ന പ്രധാനമന്ത്രിയുള്ളത് നമുക്കറിയാം. അപ്പോൾ അവർ ജാതീയതയെ എങ്ങനെയാണ് കാണുന്നത്? ഹിന്ദുത്വം ജാതീയതയെ എങ്ങനെയാണ് കാണുന്നത്? ഇവർ ഒരു 100 കൊല്ലം മുൻപ് നിലനിന്ന രൂപത്തിലല്ല ഇന്ന് ജാതീയതയെ കാണുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ സംഭവിച്ച പ്രത്യേകിച്ചും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഉയർച്ചയെ സംബന്ധിച്ച് പഠിച്ച ക്രിസ്റ്റോഫ് ജാഫർലോട്ടിനെ പോലുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ചില കണക്കുകളുണ്ട്. 1980-നും 2004-നും ഇടയ്ക്ക് ഇന്ത്യയുടെ പാർലമെൻറ്റ് അംഗങ്ങളുടെ ജാതി ഘടനയിൽ സംഭവിച്ച മാറ്റത്തെ സംബന്ധിച്ച് അവർ പറയുന്നു. ഇന്ത്യയിലെ MP-മാരുടെ ജാതി തിരിച്ചുള്ള കണക്കുകൾ എടുത്തു നോക്കിയാൽ 1980-ന് മുൻപ് 50% സവർണജാതിക്കാരായിരുന്നുവെങ്കിൽ 2004-ലെത്തുമ്പോൾ അത് ഏതാണ്ട് 36% കുറയുന്നു എന്ന് ജാഫർലോട്ട് പറയുന്നു. അപ്പോൾ നമുക്ക് സവർണർക്ക് ഇന്ത്യൻ ഭരണ സംവിധാനത്തിലുള്ള സ്വാധീനം കുറയുന്നു എന്നാണോ നമ്മളതുകൊണ്ട് കാണേണ്ടത്? 1980-ൽ പിന്നാക്ക ജാതിക്കാരിൽ നിന്ന്
ഇന്ത്യയിലെ എം പിമാർക്ക് ഉണ്ടായിരുന്ന സംഖ്യ എം പിമാരുടേത് അത് 11% 2004 എത്തുമ്പോൾ അത് 26% വർദ്ധിച്ചതായി ക്രിസ്റ്റോഫ് ജാഫ്രലോട്ട് പറയുന്നു. പിന്നാക്ക രാഷ്ട്രീയക്കാർക്ക്, പിന്നാക്ക ജാതിക്കാർക്ക് പാർലമെൻറ്റിലെ അല്ലെങ്കിൽ നിയമസഭകളിലെ പ്രാതിനിധ്യത്തിൽ സംഭവിക്കുന്ന കുറവിനെയും വർധനവിനെയും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഈ കണക്കുകൾ പ്രത്യക്ഷത്തിൽ ഇങ്ങനെയായിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം, ഈ ജാതീയതയിൽ താഴ്ന്ന ജാതിയിൽ നിൽക്കുന്ന ആളുകൾ ഉയർന്ന ജാതിയുടെ പ്രത്യയശാസ്ത്ര അവബോധം ഉൾക്കൊള്ളുകയും അവർ ബ്രാഹ്മണിക്കൽ രാഷ്ട്രീയം നടപ്പാക്കാനുള്ള സന്നദ്ധത നേടുകയും ചെയ്യുന്നു നമ്മൾ കാണണം. ഇന്ത്യ ഇപ്പോൾ 1947 മുമ്പ് തിരുവിതാംകൂർ ഉൾപ്പെടെ രാജ്യങ്ങൾ ഭരിച്ചിരുന്നത് അതിലേറ്റവും പ്രധാനികൾ ബ്രാഹ്മണരാണ്, പശുക്കളാണ്. ബ്രാഹ്മണരെയും പശുവിനെയും സംരക്ഷിക്കുക എന്ന സത്യപ്രതിജ്ഞ സ്വീകരിച്ചുകൊണ്ടാണ് ഓരോ രാജാവും അധികാര ആരോഹണം നടത്തുന്നത്. ഇന്ന് ബ്രാഹ്മണർക്ക് അത്തരത്തിലുള്ള ഒന്ന് കൊടുക്കണം എന്ന നിലയ്ക്ക് ബ്രാഹ്മണ്യ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുന്നവർ പോലും പറയുന്നില്ല. ഒരു പിന്നാക്ക ജാതിക്കാരനായ മോദിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ ബ്രാഹ്മണ്യ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ജാതീയതയ്ക്ക് അന്ന് നിലനിന്നിരുന്ന ഫങ്ഷൻ അല്ല, അല്ലെങ്കിൽ അന്ന് നിലനിന്നിരുന്ന അതേ ഐഡൻറ്റിറ്റി അല്ല ഇന്ന് അതേ ജാതികൾ ഇന്ത്യയിൽ പുലർത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, പിന്നാക്ക ജാതിക്കാരെയും പട്ടികജാതിക്കാരെയും വരെ ഈ ബ്രാഹ്മണ്യ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യയശാസ്ത്ര ഘടനയിലേക്ക് ഉൾച്ചേർത്തു എന്നുള്ളതാണ്. അവർ ദളിതനെ ബ്രാഹ്മണനാക്കി, പിന്നാക്ക ജാതിക്കാരനെ ബ്രാഹ്മണനാക്കി. ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് പൂണൂല് കൊടുത്തു ഉപനയനം നടത്തിയെന്നൊന്നുമല്ല. ബ്രാഹ്മണ്യത്തിൻ്റെ രാഷ്ട്രീയത്തിനെ പ്രയോഗിക്കാൻ പ്രാപ്തിയുള്ളവരാക്കി അവരെ മാറ്റുകയും അവരെ അംഗീകരിക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനെ ജാതീയതയുടെ പ്രയോഗത്തിൽ അവരൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഈ വ്യത്യാസം വരുത്തുമ്പോൾ അവർ വാസ്തവത്തിൽ ചെയ്യുന്നത് ഹിന്ദു എന്ന് പറയുന്നൊരു പുതിയ സ്വത്വം ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരു മതം എന്ന നിലയ്ക്ക് എല്ലാവരും എപ്പോഴും പറയുന്ന കാര്യമാണ്. സെമിറ്റിക് മതങ്ങളുടെ പോലെയുള്ള ഒരു മതമല്ല ഹിന്ദു മതം. അതിനൊരു ഒറ്റ പുരോഹിതനില്ല, ഒറ്റ മതഗ്രന്ഥമില്ല, ഒരൊറ്റ തരത്തിലുള്ള ദേവാലയമില്ല, ഒരേ തരത്തിലുള്ള ചട്ടങ്ങളില്ല, ഇങ്ങനെയൊക്കെ പറയും. ഒക്കെ ജാതികളായി. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ സെൻസസ് നടത്തുമ്പോൾ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമല്ലാത്ത ആളുകളെ ഏത് മതത്തിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും എന്ന ചോദ്യത്തെ അഭിമുഖീകരിച്ചത് ഇന്ത്യയിലെ ബ്രാഹ്മണരല്ല, ബ്രിട്ടീഷുകാരായിരുന്നു. അവർ ചെയ്തു കൊടുത്തൊരു സൗജന്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു എന്ന് പറയുന്നൊരു കാറ്റഗറിയിൽ മുസ്ലിം ഇതരരായ ക്രൈസ്തവ ഇതരരായ ഒരുപക്ഷെ സിഖുകാർക്ക് നിന്നും വ്യത്യസ്തരായ മറ്റ് വിഭാഗങ്ങളെ ഹിന്ദു എന്ന് പറയുന്ന ഒരൊറ്റ അംബ്രലയ്ക്ക് കീഴിൽ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഹിന്ദു മതം എന്ന ഈ മതരൂപം വളരെ അടുത്ത കാലത്ത് രൂപപ്പെട്ട ഒന്നാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യവും അതുതന്നെയാണ്. ഇതിൽ ഹിന്ദുത്വവാദികൾ, ഇപ്പോൾ സവർക്കറെ പോലുള്ള ആളുകൾ, വേണ്ട ഗോൾവാൾക്കറെ പോലുള്ള ആളുകൾ 1940 മുതൽ 1970കളുടെ തുടക്കം വരെ RSSൻ്റെ സർസംഘചാലകനായിരുന്ന, RSSൻ്റെ ഏറ്റവും മികച്ച പ്രത്യയശാസ്ത്ര വിദഗ്ധനായിരുന്ന മാധവ് സദാശിവ ഗോൾവാൾക്കർ ഈ ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഒരൊറ്റ സ്വത്വമായി സ്വരൂപിക്കുകയും രാഷ്ട്രത്തിന് ദൈവ സ്വഭാവം നൽകുകയും ചെയ്തു. അവർ പുണ്യഭൂമിയായി, ജന്മഭൂമിയായി, രാഷ്ട്രമായി കാണുന്ന ഈ ഹിന്ദു രാഷ്ട്രമെന്ന സങ്കല്പത്തിലാണ് ഒരർത്ഥത്തിൽ ഈശ്വരൻ്റെ ഒരു അപരരൂപമായി അവർ കാണുന്നത്. ഈ അപരരൂപത്തിനകത്ത് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമൊക്കെയുണ്ട്. ഇതിനും അപ്പുറത്തുള്ള ആളുകൾ പഞ്ചമരെ കൂടി അവർ ഹിന്ദു എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരും. നമുക്ക് തോന്നുക, ഈ പുരുഷ സൂക്തത്തിലെ വിരാട് പുരുഷൻ അയാളുടെ ശീർഷത്തിൽ നിന്നാണ്, അയാളുടെ നെറ്റിത്തടത്തിൽ നിന്നാണ്, ലലാടത്തിൽ നിന്നാണ് ബ്രാഹ്മണനുണ്ടാവുന്നത്, അയാളുടെ മുഖത്തിൽ നിന്നാണ് ബ്രാഹ്മണനുണ്ടാകുന്നത്, ഭുജങ്ങളിൽ നിന്നാണ് ക്ഷത്രിയനുണ്ടാവുന്നത്, ഊരുക്കളിൽ നിന്നാണ് വൈശ്യനുണ്ടാവുന്നത്, പാദത്തിൽ നിന്നാണ് ശൂദ്രനുണ്ടാവുന്നത്. ഇത് ഒരൊറ്റ വ്യക്തിയുടെ രാഷ്ട്രം എന്നവർ സങ്കല്പിക്കുന്ന അവരുടെ രാഷ്ട്രസ്വരൂപം എന്ന് പറയുന്നതിൻ്റെ അതിന് ഒരു പുരുഷൻ്റെ രൂപം നൽകുകയും ഈ പുരുഷൻ്റെ ശരീരത്തിൻ്റെ വിഭിന്ന ഭാഗങ്ങളായി നിർത്തുകയും ചെയ്തു. പിറവിയിലെ തന്നെ മനുഷ്യർക്കിടയിൽ സമന്മാരാണ് എന്ന ഒരു സങ്കല്പവുമില്ലാത്ത, ഒരു ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ തുല്യരാണ് എന്ന സങ്കല്പം ഒരുപക്ഷെ ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ ഇടയിലുണ്ടെങ്കിൽ ഇന്ത്യയിൽ അതില്ല. അതിൻ്റെ ആവിർഭാവ കാലം മുതൽ അത് ശ്രേണികളായി വേർതിരിക്കപ്പെട്ട മനുഷ്യരാണ്. അത് നിർബന്ധിക്കുന്ന ധർമ്മം ബ്രാഹ്മണന് ബ്രാഹ്മണൻ്റെ ധർമ്മവും ശൂദ്രന് ശൂദ്രൻ്റെ ധർമ്മവുമാണ്.
എല്ലാവർക്കും ബാധകമായ ഒരു സാർവജനീനമായ ഒരു ധർമ്മം ഇല്ല. അപ്പോൾ ജാതീയത എന്ന് പറയുന്നത് ഇങ്ങനെ അതിൻ്റെ പിറവിയിൽ തന്നെ ഉൾക്കൊള്ളതായിരിക്കുമ്പോൾ ഇവരിൽ ഏറ്റവും താഴെത്തട്ടിൽ കിടന്നിരുന്ന ആളുകളെ കൂടി ഹിന്ദു എന്ന സ്വത്വത്തിലേക്ക് വളരെ വ്യാജമായി, വളരെ കപടമായി അവർ ഉൾച്ചേർത്തുകൊണ്ടാണ് RSS ഹിന്ദുത്വ രാഷ്ട്രീയം അവർ ജാതിയെ കാണുന്നത്. അങ്ങനെയാണ് അവർ ജാതിഭേദത്തിനെ നിഷേധിക്കുകയാണ്. നമ്മൾ ആരോട് ചോദിക്കുക, അവർ പറയും, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആളുകളോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ജാതിക്കെതിരാണ്, ഹിന്ദു സമൂഹം ഒന്നാണ് എന്നവർ പറയും. സവർക്കറും അതുതന്നെയാണ് പറയുക. അപ്പോൾ അവരുടെ രാഷ്ട്രീയ അധികാരത്തിൻ്റെ കീഴിൽ ജാതി എങ്ങനെയാണ് നിലനിൽക്കുക? അവരുടെ രാഷ്ട്രീയ അധികാരത്തിൻ്റെ കീഴിൽ ഈ ജാതിയെ അവർ നിഷേധിക്കുന്നത്, നിരാകരിക്കുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ വ്യാജമായി മാത്രമാണ്. നമുക്ക് ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയിൽ ഒരു കാര്യം കൂടി നമുക്ക് നോക്കിക്കാണാം. ജാതി ബ്രാഹ്മണർക്ക് മാത്രമല്ല അതിൻ്റെ പ്രിവിലേജസ് അനുഭവിക്കുന്നത്. ദളിതരുടെ ഇടയിലെടുക്കുക, പുലയനെയും പറയനെയും നമ്മളൊന്ന് എടുക്കുക. എൻ്റെ നാട്ടിലൊക്കെ പറയൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാൻ പുലയൻ സമീപകാലം വരെ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഈ ശ്രേണീബദ്ധത ഏറ്റവും താഴ്ന്ന ജാതിക്കാർക്കിടയിൽ പോലും ഈ ശ്രേണീബദ്ധമായ ഈ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. അതായത് ജാതീയതയുടെ പ്രിവിലേജസ് അനുഭവിക്കുന്നത് ഏറ്റവും ഉയർന്ന തലത്തിൽ ബ്രാഹ്മണരാണ് എന്ന് പറയുമ്പോൾ വിഭിന്ന വിധാനങ്ങളിൽ അത് പല പല ജാതിക്കാരും അത് അനുഭവിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏതാണ്ട് 80% ആളുകളും പിന്നാക്ക ജാതിക്കാർ വരുന്ന ആളുകളാണ്. OBC എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന ആളുകളാണ്. തമിഴ്നാട്ടിലാവട്ടെ കേരളത്തിലാവട്ടെ ഏറ്റവും കൂടുതൽ ജാതി സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് ബ്രാഹ്മണരും ദളിതനും തമ്മിലല്ല, OBC-കാരനും ദളിതനും തമ്മിലാണ്. നിങ്ങൾ അപ്പർ കുട്ടനാട്ടിലേക്കൊന്ന് പോവുക, വേണ്ട തിരുവനന്തപുരത്ത് തന്നെ റൂറൽ പ്രദേശങ്ങളിൽ ജാതീയമായ വിഭിന്നതകൾ നിലനിൽക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം. മധ്യജാതിക്കാരോ താഴ്ന്ന ജാതിക്കാരോ ആയിട്ടുള്ള OBC വിഭാഗവും ദളിതരും തമ്മിലാണ് ഫീൽഡിൽ നേരിട്ട് നടക്കുന്ന ജാതീയ സംഘർഷങ്ങൾ പലതും ഉണ്ടാകുന്നത്. അപ്പോൾ ജാതിയുടെ ഈ ശ്രേണീബദ്ധത ബ്രാഹ്മണരാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഫലം ആസ്വദിക്കുന്നത്, അനുഭവിക്കുന്നത് എങ്കിലും അത് വിഭിന്ന വിധാനങ്ങളിൽ വിഭിന്ന തോതിൽ നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഉപജാതി സംവരണത്തെ സംബന്ധിച്ചുള്ള കോടതി വിധി കൂടി വന്നതോടുകൂടി പട്ടികജാതിക്കാർക്കിടയിൽ നിലനിന്നിരുന്ന പൊതുവായ ഐക്യം തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ഇടയിലുണ്ടായിരുന്ന അടിച്ചമർത്തപ്പെട്ട ജാതി വിഭാഗങ്ങൾ എന്ന നിലയിലുണ്ടായിരുന്ന പൊതു ഐക്യം തകർന്നിരിക്കുകയാണ് ഇപ്പോൾ ഉപജാതി സംവരണത്തെ സംബന്ധിച്ചിട്ടുള്ള കോടതി വിധി വന്നതോടുകൂടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ അധികാരത്തിൻ്റെ ജാതീയതയിൽ അധിഷ്ഠിതമായ ഒരു അധികാര സംവിധാനത്തിനെ നിലനിർത്താൻ വേണ്ടി അത് പലപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെയാണ്. അത് ജാതികൾക്കിടയിൽ ഭിന്നതകൾ സൃഷ്ടിക്കുന്നു, പ്രച്ഛന്നമായി അത് ജാതീയതയില്ല എന്ന ബോധം സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഇതിലെന്ത് പങ്കാണുള്ളത്? ഞാൻ എനിക്ക് ചുരുക്കി പറയാം. ഹിന്ദുത്വ രാഷ്ട്രീയം ജാതീയതയെ ഉപയോഗപ്പെടുത്തുന്നു. അത് അതിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി. ജാതി ഇല്ലെന്നോ ജാതിയെ സംബന്ധിച്ച് തങ്ങൾ ഉത്കണ്ഠാകുലരല്ലെന്നോ ഉള്ള ഒരു ബോധം അത് സൃഷ്ടിക്കുകയും അടിച്ചമർത്തപ്പെട്ട ജാതി വിഭാഗങ്ങളിൽപ്പെട്ടവരെ തങ്ങളുടെ വിഭാഗത്തിലേക്ക് ഉൾച്ചേർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ പ്രച്ഛന്നമായ ജാതിയെ നിലനിർത്തുകയാണ്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ അംബേദ്കർ ചെയർമാനായിരുന്ന ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ ഈ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഇതിൽ ജാതീയതയ്ക്കെതിരായി നടക്കുന്ന സമരം തീർച്ചയായും അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് എതിരായ സമരം കൂടിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഒരുപക്ഷെ സമയം നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇതുപോലൊരു വിഷയം എന്നോട് നാഗേഷ് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സാമൂഹ്യ കാലിക പ്രസക്തി കൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇങ്ങനെ സംസാരിക്കാനും ഒന്നും അറിവുള്ള ഒരാളല്ല, ഞാൻ ശീലമില്ല. എങ്കിലും വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ വേണുഗോപാൽ സാർ ഇത്രയും പറഞ്ഞൊരു വിഷയം, അതിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലായിരുന്നു. ഇത്ര അപകടകരമാണ് നമ്മുടെ രാജ്യം എന്നുള്ള അവസ്ഥ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കേരളത്തിൽ അത് എങ്ങനെയൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ അവസ്ഥ വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ വളരെ മുമ്പിലാണെന്ന് പറയുകയും, എന്നാൽ ഇപ്പോൾ വളരെ യാതൊരു ലജ്ജയില്ലാതെ ആളുകൾ ജാതിവാൽ ഉപയോഗിച്ചുകൊണ്ട് അത് അഭ്യസ്ത്ര വിദ്യയുടെ ഇടയിൽ കൂടുതലാണ്. അതിനൊരു പ്രത്യേക മാന്യത വന്നിരിക്കുകയാണ് ജാതിവാൽ ഉപയോഗിക്കുമ്പോൾ. നമ്മളൊരു 70കൾക്ക് മുമ്പിലുള്ള മുമ്പുള്ള കാലമല്ല ഇപ്പോൾ കേരളത്തിൽ. അത് നമുക്കെല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് അത് ഒരു ഞെട്ടലുണ്ടാക്കുന്നുമുണ്ട്.
കാരണം ഒരുപാട് പേര് ജീവനും സ്വത്തും അവരുടെ ആയുസ്സും കൊടുത്ത് നേടിയതാണ് കേരളത്തിൻ്റെ നവോത്ഥാനവും കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയും. പക്ഷെ ഇതിന്നൊരു പുറകോട്ട് പോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമമുള്ള ഒരു കാര്യമാണ്. സാർ പറഞ്ഞല്ലോ, വേണുഗോപാൽ സാർ പറഞ്ഞ പോലെ അതിൻ്റെ ഈ ജാതി വ്യവസ്ഥയുടെ ഇരകളാണെന്ന് ഏറ്റവും കൂടുതൽ അതിനെ നിലനിർത്താൻ വേണ്ടി പാടുപെടുന്നത്. അതാണ് അതിൻ്റെ വിരോധാഭാസം. അവരത്രയ്ക്ക് ഭംഗിയായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നു, പ്രയോജനപ്പെടുത്തപ്പെടുന്നു, ഉപയോഗിക്കപ്പെടുന്നു. അതാണ് അതിൻ്റെ കാര്യം. അത് നമുക്കുണ്ടാകുന്ന വർഗബോധം കുറവായതുകൊണ്ടും നമ്മുടെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് നമ്മളിലേക്ക് അത് വേണ്ട രീതിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു കാരണം കൊണ്ടാണ്. വിദ്യാഭ്യാസം കൊണ്ട് നമ്മളത് വേണ്ട രീതിയിൽ അത് ചെയ്യേണ്ട രീതിയിലല്ല നമ്മുടെ വിദ്യാഭ്യാസം നമ്മളിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഡിസംബർ 6-ാം തീയതി അംബേദ്കറുടെ ദിവസം, അംബേദ്കറുടെ ചരമദിനം, പിന്നെ ബാബറി മസ്ജിദ് തകർത്ത ദിവസം, മനുസ്മൃതി കത്തിച്ചത് ഡിസംബർ 25-ന്. അപ്പോൾ ഈ മാസം വളരെ പ്രസക്തമായ കുറേ കാര്യങ്ങൾ ബിനുമോഹൻ പറഞ്ഞു. എൻ്റെ ശ്രദ്ധയിൽ ഇല്ലായിരുന്ന കാര്യങ്ങളാണ്. താങ്ക്സ്. അതെ, അധസ്ഥിതനായിരുന്നിട്ടും ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ, അത് ലോകത്തിലെ ഏറ്റവും ശക്തമായൊരു ഭരണഘടനയായിട്ടും നമ്മൾ അഭിമാനത്തോടെ നിന്ന് ഇത് ഇന്ത്യക്കാരനാണെന്ന് പറയാൻ നമ്മളെ പ്രാപ്തരാക്കിയ നിയമങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരു നിയമസംഹിതയാണ് നമ്മുടേത്. നമ്മുടെ ഭരണഘടന നമുക്ക് അഭിമാനം തന്നെയാണ്. എന്തായാലും അത് നടപ്പിലാക്കാൻ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ട അധികാര സ്ഥാപനങ്ങൾ അത് നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യം. ഇന്നത് വളരെയധികം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് നമ്മുടെ നീതിന്യായ കോടതികൾ തന്നെയാണ്. അവരെയാണല്ലോ നമ്മുടെ സംരക്ഷകരായിട്ട് പ്രതീക്ഷിക്കുന്നത്. അവിടെ പോലും നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ പുറകോട്ട് തന്നെയാണ്. നമുക്ക് ഭയപ്പെടേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധയിലുള്ളൊരു വിഷയമാണ് എങ്കിൽ പോലും എനിക്ക് ഈ വിഷയം നിങ്ങൾ ഏറ്റെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് ഏറ്റെടുക്കേണ്ടവർ നിങ്ങൾ തന്നെയാണ്. ഈ നാസ്തിക് നേഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു യുക്തിവാദ പ്രസ്ഥാനം എങ്കിലും അത് ശക്തമായിട്ട് മുന്നോട്ട് വെച്ചു എന്നുള്ളതിലേക്ക് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. പിന്നെ ആദ്യം നാഗേഷ് പറഞ്ഞതുപോലെ ഇന്റർകാസ്റ്റ് മിശ്ര വിവാഹങ്ങളൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് ജാതികൾ ഇല്ലാതാക്കാൻ പര്യാപ്തമായ കാര്യങ്ങൾ. അത് കൂടുതൽ പ്രോത്സാഹനം കിട്ടേണ്ടതാണ്. അതിന് നമുക്ക് ഒന്നിച്ച് നിന്നാലേ പറ്റുള്ളൂ. അത് സഹമായിട്ട് നിന്ന് നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ തന്നെ നമുക്കതിനെ നേരിടാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരോടും, സ്ത്രീകളെയാണ് കൂടുതലായിട്ട് വിദ്യാഭ്യാസം ചെയ്യേണ്ടതെന്നാണ്. രാഷ്ട്രീയമായിട്ട്, കക്ഷി രാഷ്ട്രീയമല്ല ഉദ്ദേശിച്ചത്, രാഷ്ട്രീയമായിട്ട് സ്ത്രീകളെ ബോധവൽക്കരിക്കണം. അത് ഓരോ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണമെന്ന് ഞാൻ പറയും. നമ്മുടെ എല്ലാ ബോധങ്ങളും, എല്ലാ ജനാധിപത്യ ബോധവും നമ്മുടെ വീടിൻ്റെ സ്റ്റെപ്പിൽ ചെല്ലുമ്പോൾ തീർന്നു. അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ആരും ജനാധിപത്യവാദികളല്ല. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റും. ഒരുപാട് സ്ത്രീകളെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇതൊക്കെ നമ്മുടെ അധപതനത്തിനുള്ള കാരണങ്ങളാണ്. കാരണം ഒരു സ്ത്രീക്ക് അറിവുണ്ടെങ്കിൽ, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, തിരിച്ചറിവുണ്ടെങ്കിൽ അടുത്ത ജനറേഷൻ കുറച്ചുകൂടെ ബെറ്ററായിരിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ ഗതി പുറകോട്ടാണ്. ഇപ്പം നമ്മുടെ മീഡിയയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുതലാളിത്തത്തിലെ ലാഭത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ, അതിന് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. മുതലാളിത്തത്തിലെ എല്ലാ തരം ലാഭത്തിനും ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. അതാണ് ഇന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രികളിലൊക്കെ നടത്തുന്ന സീരിയലുകളൊക്കെ എന്തുമാത്രം ആൻറ്റി സോഷ്യലാണെന്നുള്ളതൊന്നും ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമുക്ക് സാമൂഹ്യബോധം തീരെ നഷ്ടപ്പെട്ടവരും യാതൊരു ഉത്തരവാദിബോധവും ഇല്ലാത്ത രീതിയിൽ മനുഷ്യർ പെരുമാറുന്നു. നമ്മളിരിക്കുന്ന കൊമ്പാണ് മുറിക്കുന്നതെന്ന് അറിയാതെയാണ്, അതിനെ അവഗണിച്ചുകൊണ്ടാണ് മനുഷ്യർ ജീവിക്കുന്നത്. യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെയാണ്. ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ജനതയെ പടുത്തുയർത്തുന്നതിന് നമ്മുടെ പോലെയുള്ള ഇതുപോലത്തെ കൂട്ടായ്മകൾക്ക് പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ശ്രീ വേണുഗോപാൽ ഇവിടെ ഇന്ത്യൻ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് തന്നു. അതിന് മുമ്പ് അനുമോഹൻ മറ്റു ചില ഡയമെൻഷൻസ്, പ്രത്യേകിച്ചും ഹിന്ദു കോഡ് ബില്ലിൽ അതേ കാരണം കൊണ്ട് തന്നെ അംബേദ്കറിന് രാജിവെക്കേണ്ടി വന്ന ഒരു സ്ഥിതി, കാരണം മതത്തിൽ തൊട്ട് കളിച്ചു എന്നുള്ളതാണ്. ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ജാതി അല്ലാതെ മറ്റൊന്നുമല്ല. ജാതിയുടെ ആകത്തുകയാണ് ഹിന്ദുമതം. ആ ജാതിയുടെ ശക്തി എന്താണെന്നും വേണുഗോപാൽ ഇവിടെ സൂചിപ്പിച്ചു. അത് ഏറ്റവും ജാതിയുമായി മുകളിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബ്രാഹ്മൺസിനും ഏറ്റവും താഴെ നിൽക്കുന്നവർക്ക് പോലും, താഴെ അറ്റത്ത് നിൽക്കുന്ന ആൾ ഒഴികെ ഒരു പക്ഷേ അതിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വരെ ഒരു തരത്തിൽ അധികാരം
കൊടുക്കുന്നു, അതുവഴി ഒരു സ്വത്വം കൊടുക്കുന്നു. ഇത് തന്നെയാണ് ഈ ജാതി വ്യവസ്ഥയുടെ ഏറ്റവും ശക്തമായ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം തന്നെ. ഒരു സ്വത്വബോധം കൊടുക്കുന്നുണ്ട്. യെസ്, എന്നെ വേറൊരാൾ ചവിട്ടി താക്കുമ്പോൾ തന്നെ എനിക്ക് താഴെ ചവിട്ടാൻ വേണ്ടി വേറൊരാൾ ഉണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം എനിക്കൊരല്പം സുഖം തരും. ഈ സുഖം ആണ് ശരിക്കും ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനം തന്നെ. ഇത് ലോകത്ത് വേറെ ഒരു സാമൂഹ്യ സ്ഥാപന വ്യവസ്ഥകളിൽ നമുക്ക് കാണാൻ കഴിയില്ല. ആ നിലയിൽ ഇതൊരു യുണീക്കാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിലെ ഈ ജാതി വ്യവസ്ഥ. സ്ലേവറിയെ നമുക്കിതിനുമായിട്ട് താരതമ്യം ചെയ്യാം, പക്ഷെ അത് വേറൊരു തലത്തിലാണ് കാണുന്നത്. ഈ ഹിന്ദു കോഡ് ബില്ലിൽ എന്തുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കത്ത് പ്രൈം മിനിസ്റ്റർക്ക് അയച്ചതിന് ശേഷം അംബേദ്കർ രാജിവെക്കുന്നു, ഈ ബില്ല് പാസ്സാക്കുന്നു, അല്ലെങ്കിൽ ശരി നിയമമന്ത്രിയായിട്ട് ഞാൻ തുടരുന്നതിൽ അർത്ഥമില്ല. അതിന് കാരണം പ്രധാനമായും ഇന്ത്യ 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതിന് ഒരു ലോക സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ആധുനികത കൊണ്ടുവന്ന പശ്ചാത്തലമാണത്. ആധുനികത കലയിലും സാഹിത്യത്തിലും നവോത്ഥാനത്തെ കൊണ്ടുവന്നപ്പോൾ അത് രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ആധുനിക രാഷ്ട്രസങ്കല്പമാണ്, മോഡേൺ നേഷൻ സ്റ്റേറ്റ്സ്. അപ്പം അങ്ങനെ ഇന്ത്യക്കൊരു മോഡേൺ നേഷൻ സ്റ്റേറ്റ് ആവാതിരിക്കാൻ കഴിയാത്ത ഒരു ലോക പശ്ചാത്തലത്തിലായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യം 47 കിട്ടുകയും ഇത് ഏതാണ്ട് നമ്മുടെ നവോത്ഥാന പ്രക്രിയ അറിയാം. പാശ്ചാത്യത്തിൽ നാട്ടിൽ ഏതാണ്ട് ഒരു 1325 കൊണ്ട് തുടങ്ങി അത് ഏതാണ്ടൊരു 1950 ആയപ്പോഴേക്കും പാശ്ചാത്യ നാടുകൾ അതിൻ്റെ ജനാധിപത്യത്തിൻ്റെ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഇതിനിടയിലൂടെ കടന്നുപോയ ഇതിൻ്റെ ജ്ഞാനോദയത്തിൻ്റെയും അതിനുശേഷം വന്ന ആധുനികതയെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മറ്റ് കുറേ ഘടകങ്ങളുടെ ആകത്തുക അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തി വളർച്ചയുടെ അവസാന നിമിഷത്തിൽ എത്തുന്ന, അവസാനം എന്ന് പറയാൻ പറ്റില്ല, കാരണം ജനാധിപത്യം ഒരു അൺഎൻഡിങ് പ്രോസസ്സാണ്. അത് അതിൻ്റെ പാരമ്യത്തിൽ എത്തുക എന്ന് പറയുന്നത് ഒരു പരീക്ഷണം തന്നെയാണ്. ഇപ്പോഴും ഏറ്റവും മുൻപന്തിയിൽ ജനാധിപത്യത്തിൽ നിൽക്കുന്ന രാജ്യങ്ങൾ പോലും അവിടെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മൊണാർക്കിക്ക് അഗൈൻസ്റ്റ് സ്കാൻഡിനേവിയൻ കൺട്രീസിലെ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ നിലയിൽ അതൊരു നമ്മുടെ സ്വപ്നമാണ് ജനാധിപത്യം. അവിടെ അത് തന്നെയാണ് തൊട്ട് മുമ്പ് സംസാരിച്ച മാഡവും സൂചിപ്പിച്ചത്. നമ്മുടെ ജനാധിപത്യം കുടുംബങ്ങളിൽ തന്നെ ആണ്. അവിടെ തീരെ ജനാധിപത്യം ഇല്ലാത്ത ഒരു സ്ഥലമാണ്. ലോകത്തെമ്പാടും കുടുംബങ്ങൾ, ഇന്ത്യൻ കുടുംബങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ഈ ജാതി വ്യവസ്ഥയുടെ ഏറ്റവും കൂടുതൽ പ്രിമിറ്റീവും പഴഞ്ചനുമായ ചിന്തകളുടെയും ആശയങ്ങളുടെയും ഒരു കൂടാരമാണ് നമ്മുടെ ഇന്ത്യൻ ഫാമിലി. അതിൻ്റെ തീക്ഷ്ണാവസ്ഥയെക്കുറിച്ചാണ് മാഡം സൂചിപ്പിച്ചത്. തികച്ചും ജനാധിപത്യ ബോധമില്ലാത്ത. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആധുനികയുടെ പ്രത്യേകതകൾ, അതിലൂടെ മുമ്പോട്ട് വന്ന ഒരു രാഷ്ട്രം, ഒരു മോഡേൺ നേഷൻ സ്റ്റേറ്റിന് തീർച്ചയായിട്ടും ആ സങ്കല്പങ്ങൾ എല്ലാം ഉള്ള, അതായത് നവോത്ഥാനത്തിലൂടെ ആത്യന്തികമായി ഉയർന്നു വന്ന മാനവികതയെ മുന്നിൽ നിർത്തുന്ന ഒരു ആശയത്തിനെ മുറുകെ പിടിച്ചുകൊണ്ടും അതിനെ ഉറപ്പുവരുത്തുന്ന നിയമങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു ഭരണക്രമം, ഒരു ഭരണഘടന അത്യന്താപേക്ഷിതമായിരുന്നു. ഇത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ഗാന്ധിക്കും അംബേദ്കറിനും പട്ടേലിനും നെഹ്റുവിനും ഒക്കെ അറിയാം. പക്ഷേ എങ്കിലും പുറയിൽ നിന്നുള്ള പിടി ഇന്ത്യൻ ജാതി സമ്പ്രദായത്തിൻ്റെ ബ്രാഹ്മണിക്കൽ സുഖം, നമ്മൾ മുമ്പ് പറഞ്ഞ ആ സുഖം, കുറേ ആൾക്കാരെ, എല്ലാ ആൾക്കാരെയും ചവിട്ടി താഴ്ത്തുമ്പോൾ കിട്ടുന്ന സുഖം അതായത് ഒരു പരമോന്നത സുഖമാണ്. അതാണ് ബ്രാഹ്മണിക്കൽ ഫോഴ്സസ് അനുഭവിച്ചുകൊണ്ടിരുന്നതും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. അത് നിലനിർത്താൻ വേണ്ടി അവർ ചെയ്യുന്ന പല തരത്തിലുള്ള തന്ത്രപ്പാടുകളിൽ ഒന്നാണ് ഇപ്പോൾ മുമ്പ് സൂചിപ്പിച്ച ഒരു OBC പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞത്. ശരിക്ക് പറയുകയാണെങ്കിൽ മോദി ഒരു OBC അല്ല. കാഞ്ച ഇളയ്യ ഷെഫേർഡിൻ്റെ ആർട്ടിക്കിൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ പുള്ളി അതിൻ്റെ സർക്കുലർ ഉൾപ്പെടെ, അതായത് വാജ്പേയി മന്ത്രിസഭ കൊണ്ടുവന്ന ഒരു കുടില തന്ത്രത്തിലൂടെയാണ് OBC കമ്മ്യൂണിറ്റി ആക്കിയത് മോദിയുടെ കമ്മ്യൂണിറ്റി.
അസാന്റെ സർക്കിളിന് നമ്പർ പോലും കാണിച്ചു കളയാതുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോഴില്ല. അത് വരും കാലങ്ങളിൽ മോദിയെ മുമ്പോട്ട് കൊണ്ടുപോയി ഒരു പക്ഷേ OBC ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനപക്ഷമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പൊളിറ്റിക്സ് കളിക്കാനുള്ള ആ ഒരു 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 എന്താ പറയുന്നത്, അതിനുള്ളൊരു ഹോംവർക്ക് ആയിരുന്നു ശരിക്കും വാജ്പേയി ഗവൺമെൻറ് ഈ ഡിക്ലെയർ ചെയ്തത്. OBC മോദിയുടെ കമ്മ്യൂണിറ്റിക്ക് OBC ആക്കി. അങ്ങനെ നടത്തിയ ഒരു വഞ്ചനയിലൂടെയാണ് ഇന്ത്യൻ ജനതയെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് ഒരു OBC പ്രൈം മിനിസ്റ്ററായി മോദി കൊച്ചിയിൽ വന്ന് പ്രസംഗിക്കുക, അടുത്ത പ്രധാനമന്ത്രി ഒരു OBC ആയിരിക്കുമെന്ന് പുള്ളി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ട്. ഇത് ഒരു കാര്യം. മറ്റൊരു കാര്യം, ഈ ബ്രാഹ്മണിക്കൽ ഫോഴ്സസ് ചരിത്രപരമായി അവർ പ്രവർത്തിച്ചിരുന്നത് മുഴുവൻ വഞ്ചനകളിലൂടെയായിരുന്നു. നമുക്കറിയാം, രാജേഷ് ശർമ്മ പ്രസിദ്ധ ഡോക്യുമെൻ്ററി ഫിലിം മേക്കർ ഗുജറാത്ത് പശ്ചാത്തലത്തെക്കുറിച്ച് നടത്തിയ ഡോക്യുമെൻ്ററിയും അതിനെ തുടർന്നുള്ള ചർച്ചയിലും പുള്ളി വളരെ വിശദമാക്കിയിട്ടുണ്ട്. ബ്രാഹ്മണിക്കൽ ഫോഴ്സസ് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് ഒരിക്കലും യുദ്ധത്തിൽ അവർ നേരിട്ട് യുദ്ധം ചെയ്യില്ല. അവർ കിലോമീറ്റേഴ്സ് ദൂരെ നിന്നുകൊണ്ടാണ് ഗുജറാത്തിലെ വൻ മതിൽ കെട്ടി അവിടുത്തെ മുസ്ലിങ്ങളെയും ഹിന്ദു സമൂഹത്തിനെയും രണ്ടായി തിരിച്ചത്. അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പുള്ളി ചെയ്തിട്ടുണ്ട്. ഡോക്യുമെൻ്റ് പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. അത് ചെയ്തത് OBC ട്രൈബൽ SC/ST വിഭാഗത്തിലെ ആൾക്കാരെ കൊണ്ടാണ് മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് ഗുജറാത്ത് ഒരു മുസ്ലിം പോലും വാ തുറക്കാൻ ധൈര്യം കാണിക്കില്ല. ഇതിനെക്കുറിച്ച് അഭിമാനപൂർവ്വം പലപ്പോഴും നമ്മുടെ ഹിന്ദുത്വ ശക്തികൾ പറയാറുണ്ട്. ആ ലെവലിലേക്ക് ഞങ്ങൾ ഗുജറാത്തിനെ കൊണ്ടുവന്നു, അതുപോലെ ഇന്ത്യയാക്കും. ഇവിടെയാണ് ഒരു വലിയ പ്രശ്നം. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, അവരുടെ നിലനിൽപ്പ് വളരെ വളരെ വലിയൊരു പ്രശ്നമായി ഓരോ നിമിഷത്തിലും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മുസ്ലിമും, എത്ര തന്നെ സെക്കുലറായിട്ടുള്ള മുസ്ലിങ്ങൾക്കും ഇതിൽ നിന്ന് രക്ഷയില്ല. അത്തരത്തിൽ ഏതാണ്ട് 1947 ഒരു ഹിന്ദു രാഷ്ട്രമായി വിഭജിക്കണം എന്ന് പാകിസ്ഥാനെ മുസ്ലിം രാഷ്ട്രമാക്കിയപ്പോൾ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന വളരെ ശക്തമായ വാദം ഹിന്ദു മഹാസഭ ഉന്നയിക്കുകയും അതിനുവേണ്ടിയുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ഒരു പരിധിവരെ അതിൽ നെഹ്റുവിൻ്റെ സ്വാധീനമുണ്ട്, അംബേദ്കറിൻ്റെ ഉണ്ട്. അംബേദ്കർ മറുസൈഡിൽ ഉയർത്തിയ വൻ ശക്തിയുണ്ട്. ഇന്ത്യയിലെ 80% മേലെ വരുന്ന മറ്റെല്ലാ ജനവിഭാഗങ്ങളുടെയും ബ്രാഹ്മണിക്കൽ ഫോഴ്സസ് ഒഴികെയുള്ള ബാക്കി എല്ലാവരുടെയും ഒരു വൻ നിരയെ പുള്ളി രാഷ്ട്രീയപരമായി സംഘടിപ്പിച്ചിരുന്നു ആ സമയത്ത്. അതിൻ്റെ കൂടി കാരണം കൊണ്ടാണ് പുള്ളിയെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് വെച്ചതും പുള്ളിയെ രണ്ടാമത് ബോംബെയിൽ നിന്ന് ഇലക്ഷനെ നിർത്തി ജയിപ്പിച്ചതും. ഇല്ലെങ്കിൽ ചെയ്യില്ല. ഇല്ലെങ്കിൽ ഇന്ത്യ ഒരു വലിയ ഒരു ക്രൈസിസിൽ ആകുമായിരുന്നു 47 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ. അതായത് ഭരണഘടനാ അസംബ്ലി അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ. അത് വലിയ ക്രൈസിസ് ആയിരുന്നു. ആ ക്രൈസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചില ഇൻപുട്ട് കാണിക്കുന്നത് ഗാന്ധി കൂടെ ചേർന്നുള്ള ഒരു കൗശലമായിരുന്നു. അത് അംബേദ്കറിനെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാക്കുകയും അതിൽ കൂടാതെ ഇതിൻ്റെ അപ്രൂവിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് രാജേന്ദ്ര പ്രസാദിനെ വെക്കുകയും ഈ ഹിന്ദു കോഡ് ബില്ല് 54 വന്നപ്പോൾ അന്നത്തെ പ്രസിഡന്റായിട്ട് രാജേന്ദ്ര പ്രസാദ് വന്നു വരികയും പുള്ളി അതിനെ നഖശിഖാന്തം എതിർത്ത് പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയും, അതായത് ഹിന്ദു കോഡ് ബിൽ പാസ്സാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രാജിവെക്കും, പാസ്സാക്കിയില്ലെങ്കിൽ ഞാൻ രാജിവെക്കുമെന്ന് അംബേദ്കർ ഒരു സൈഡ് പറയുമ്പോൾ മറു സൈഡിൽ രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റ് പറയുന്നു, ഇല്ലെങ്കിൽ ഞാൻ രാജിവെക്കുമെന്ന് പറയുമ്പോൾ ഇടയ്ക്ക് നിന്ന് ഒരു വല്ലാത്ത സ്ഥിതിയിലായപ്പോൾ നെഹ്റു ശരി അംബേദ്കർ പൊക്കോട്ടെ എന്ന് തീരുമാനിക്കുകയും അങ്ങനെ അംബേദ്കർ രാജിവെച്ച് പോകുമായിരുന്നു ആ സമയം. ഇവിടെ പറഞ്ഞു വന്നപ്പോൾ ഇവിടെ പ്രശ്നം നടക്കുന്നത് ഇന്ത്യ ആധുനികതയുമായിട്ടുള്ള അതിൻ്റെ തീർച്ചയായിട്ടും ആധുനികത കൊണ്ടുവന്ന ഒരു വലിയ സംഘർഷമാണ്. അത് നമുക്കറിയണമെങ്കിൽ പാശ്ചാത്യ നാടുകൾ 1480 മുതൽ കടന്നു പോയ ഒരു വലിയ ഇൻ്റലക്ച്വൽ ടർമോയിലുണ്ട്. ഇന്നുവരെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കാൻ ദൈവമുണ്ടായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അങ്ങനെ സാധനമില്ല എന്ന് സയൻസ് പറയുക മാത്രമല്ല തെളിയിക്കുകയാണ്. സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുകയാണെന്ന് പറയുകയാണ്. എന്നാലും അത് നമ്മൾ പറഞ്ഞിരുന്നത് നേരെ തിരിച്ചാണ്. അപ്പം നമ്മുടെ എല്ലാ വിശ്വാസ പ്രമാണങ്ങളും ചവിട്ടി നിന്ന് മണ്ണ് ഒഴുകി പോവുകയാണ്.
അത്തരത്തിലുള്ള ഒരു വലിയ പ്രക്ഷാളനം പാശ്ചാത്യ നാടുകൾ അതിലൂടെ കടന്നുപോയി. അത്തരത്തിലൊരു കാര്യം ഇന്ത്യയിൽ ഇന്നും നടന്നിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം അത്തരത്തിലൊരു ഒരു 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 ടർമോയിൽ നടക്കേണ്ട വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇന്ത്യൻ ജാതി വ്യവസ്ഥയിൽ നിന്നും ഈ ബ്രാഹ്മണിക്കൽ ഫോഴ്സിൻ്റെ കരാളപ്പിടുത്തത്തിൽ നിന്നും ഇന്ത്യൻ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ. ഒന്നൊന്നായി നൂറുകണക്കിന് വഞ്ചനകളിലൂടെ കാര്യങ്ങൾ രാഷ്ട്രീയപരമായി സാധിച്ചെടുത്ത് ആണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. ഏറ്റവും അവസാനം ഹരിയാനയിൽ നടത്തിയ പരീക്ഷണമാണെങ്കിലും അത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്രയിൽ നടത്തിയ പരീക്ഷണങ്ങളാണെങ്കിലും ഒക്കെ കാണുന്നത് ഇത്തരം ചതിയും വഞ്ചനയ്ക്കും വേറെ ആർക്കും അവരോട് അടുത്തെങ്ങും വരാൻ കഴിയില്ല എന്ന്. ഫോർ എക്സാമ്പിൾ, ജാതി വ്യവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് മോഡേണിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ഹരിയാനയിൽ അവർ ജയിച്ചത്. കാരണം ജാട്ട് സമൂഹം വളരെയധികം ജാതീയമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നതാണ്. സ്ത്രീകൾക്ക് ഏതാണ്ട് 1% പോലും സ്വാതന്ത്ര്യം കൊടുക്കാത്ത, നമ്മുടെ തലയിലെല്ലാം തുണിയിട്ടിട്ട് മാത്രം ഉമ്മറത്തേക്ക് വരാൻ സമ്മതിക്കുന്ന, സ്ത്രീകളെ പുരുഷന്മാരുടെ അടുത്തേക്ക് വരാൻ സമ്മതിക്കാത്ത, ഇന്നും പോസ്റ്റ് ഗ്രാജുവേഷനും PhD ഒക്കെ കഴിഞ്ഞ പെൺകുട്ടികൾ അവരുടെ വീട്ടിൽ താമസിക്കേണ്ട ആ രീതിയിലാണ്. ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പുരുഷന്മാരാണെങ്കിൽ അവിടെ മുമ്പിലേക്ക് വരാൻ കഴിയില്ല. അത്തരം പ്രിമിറ്റീവായിട്ടുള്ള ഒരു സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാസ്റ്റാണ് ഈ പറഞ്ഞ ജാട്ട് സമൂഹം. ആ സമൂഹത്തിനെ അവരെല്ലാവരും ഒന്നിച്ചു കൂടി BJPക്ക് എതിരായിട്ടെന്ന് കണ്ടപ്പോൾ അവിടെ മോഡേണിറ്റി ഉപയോഗിച്ചിട്ട് ഈ ജാട്ടുകളെല്ലാം ഇങ്ങനെയാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യം അപഹരിക്കുന്നതാണ് എന്നും അവിടുത്തെ വൻ തോതിൽ സ്ത്രീകളുടെ വോട്ട് വാങ്ങിക്കുകയും, അതായത് മോഡേണിറ്റി ഉപയോഗിക്കുന്നു. നോക്ക്, മോഡേണിറ്റിക്ക് ഏറ്റവും കൂടുതൽ വിരുദ്ധമായി നിന്ന, ആധുനികതയ്ക്ക് ഏറ്റവും കൂടുതൽ വിരുദ്ധമായി നിൽക്കുന്ന ഒരു മതം അല്ല ഒരു ജാതി, അതിനെ ഉപയോഗിച്ച് ഒരു സ്റ്റേറ്റിന്റെ ഇലക്ഷൻ ജയിക്കുന്നു. അപ്പൊ ഇത് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആയിരക്കണക്കിന് പേജുകളുള്ള ബുക്ക് എഴുതാനുള്ള വഞ്ചനയുടെ ഒരു ചരിത്രം, നീണ്ട ചരിത്രം തന്നെയാണ് ഈ ബ്രാഹ്മണിക്കൽ ഫോഴ്സ് ഇന്ത്യയുടെ ചരിത്രത്തിൽ മുഴുവൻ അഴിച്ചുവിട്ടുള്ളത്. പ്രത്യേകിച്ച് 1947 ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല പ്രതികരണങ്ങളും പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ വളരെ പ്രച്ഛന്നമായ രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നത് കേരളീയ സാമൂഹ്യ പരിസരത്താണ്. ശങ്കര ഭാഷ്യം വർക്ക് ചെയ്ത മണ്ണെന്ന നിലയിൽ ഒരുപക്ഷെ അതിന് ഏറ്റവും വളക്കൂറുള്ള മണ്ണും കേരളം തന്നെയാണ്. ഇത് പ്രത്യക്ഷത്തിൽ ജാതിയില്ല എന്ന് പറയുകയും, പക്ഷേ ആ സർഫസിന് തൊട്ട് താഴെ അങ്ങേയറ്റം ജാതീയത മാത്രം എല്ലാ കാര്യങ്ങളിലും പുലർത്തിക്കൊണ്ടുപോകുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളം തീർച്ചയായിട്ടും നമുക്കെല്ലാം വലിയൊരു പേടി സ്വപ്നമാണ്, ആകേണ്ടതാണ്. ഇതിനെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ അതൊരു വലിയ ബുദ്ധിമുട്ടായുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഉപസംവരണത്തെ വഴി കാറ്റഗറൈസേഷൻ വഴി കംപ്ലീറ്റ് SC/ST വിഭാഗത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി തന്നെ. OBC അതിനു മുമ്പ് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു ക്രീമി ലെയർ വഴി. അപ്പം ശരിക്കും ആരാണ് ഇതിനെതിരായിട്ട് ഉയർന്നു വരുന്നൊരു ശക്തി? ആരെങ്കിലും എവിടെയെങ്കിലും വരികയാണെങ്കിൽ ആ മുളയിലെ തന്നെ അതിനെ നുള്ളാനുള്ള എല്ലാ സ്കില്ലുകളും ട്രെയിനിങ്ങും റിസോഴ്സസും അധികാരവും വിഭവങ്ങളും എല്ലാം ഉള്ള ഒരു ശക്തിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് പറയുമ്പോൾ ഒരു തീർച്ചയായിട്ടും ഒരു പെസിമിസ്റ്റിക് വ്യൂ അല്ല തരാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൂടുതൽ ആൾക്കാർ ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ജാതിയെ തീർച്ചയായിട്ടും പാശ്ചാത്യ നാടുകൾ ഇതിനേക്കാൾ മോശമായ രീതിയിലുള്ള ഒരു എന്താണ് പറയുന്നത്, ഒരു മൊറാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരുന്ന പാശ്ചാത്യ നാടുകൾ അതിൽ നിന്നും പുറത്തു വന്ന ആധുനികത മുമ്പോട്ട് വെച്ച മാനുഷിക സങ്കല്പനങ്ങളെയൊക്കെ എടുക്കുകയും അതുമായി ഒരു ആധുനിക സമൂഹത്തിൻ്റെ നിർമ്മിതിയിൽ വളരെയധികം മുമ്പിൽ പോയി നമ്മുടെ മുമ്പിൽ ജനാധിപത്യത്തിൻ്റെ വെളിച്ചം കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്കും അത് കഴിയുന്നതാണ്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം സ്പ്ലിറ്റ് ചെയ്തിട്ട് എല്ലാത്തിനെയും ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതൊരിക്കലും ഒന്നിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഈ പ്രശ്നം നിൽക്കുന്നു. ഇതൊരു പ്രശ്നമായിട്ട് തന്നെ നമ്മൾ എല്ലാവരും കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്